الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم أكثر ما يدخل الناس الجنة تقوى الله وحسن الخلق وأكثر ما يدخل الناس النار الفم والفرج صدق شفيعنا رسول الله صلى الله عليه وسلم يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنت الذي لما توسل آدم من زلة بك فاز وهو أباك يا سيد الثقلين يا كنز الورى جد لي بجودك وارضني برضاك جد لي بجودك وارضني برضاك جد لي بجودك وارضني برضاك സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് ദീന് പഠിച്ച് മനസ്സിലാക്കുന്നതിന് സൗന്ദര്യമുള്ള ഒരു കേന്ദ്രം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ബഹുമാന്യരായ അബ്ദുള്ള ഉസ്താദ് ഒരുപാട് കനപ്പെട്ട ഉപദേശങ്ങളാണ് ചുരുങ്ങിയ നേരത്തിനുള്ളിൽ നമുക്ക് നൽകിയത്.
അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ ഈ മദ്രസയിലും മറ്റു മദ്രസകളിലും പഠിക്കുന്നവർക്കും ഉസ്താദുമാർ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നാഫിയായ ഇൽമ് അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമനുസരിച്ച് അമല് ചെയ്ത് നല്ല നിലക്ക് ജീവിക്കുന്നവരായി തീരാൻ അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർവികരായ മഹത്തുക്കൾ ദീനിന് ചെയ്ത സേവനങ്ങൾ ഒന്നും തിരുത്താതെ അതേപടിയിൽ അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനും ഈമാനോടെ തഖ്വയോടെ മുന്നേറി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നല്ല ജീവിതം നയിച്ച് നല്ല നിലയിൽ മരണപ്പെട്ട് മഹാന്മാരോടൊപ്പം ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകി നമ്മെയും അവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ചേർത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഏറ്റവും അധികം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് ദീനിയായ ഇൽമ്. അതിന് വലിയ പരിഗണന കൊടുക്കണം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ മദ്രസകളൊക്കെ കുറവായിരുന്ന ഒരു കാലത്ത്, ഓത്തുപള്ളി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് 40-30 ദിവസം നീണ്ടു നിൽക്കുന്ന വഅള് പരമ്പര നടക്കും. അതിൽ 10 ദിവസം വിശ്വാസപരമായ കാര്യങ്ങളും 10 ദിവസം കർമ്മപരമായ കാര്യങ്ങളും 10 ദിവസം ആത്മീയമായ പുരോഗതിക്കാവശ്യമായ വിഷയങ്ങളും ചർച്ച ചെയ്ത് 30 ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ജനങ്ങൾ മുഴുവനും ഒരു പുതിയ ശരീരവും പുതിയ ആത്മാവും കിട്ടിയ ആളുകളായിട്ടാണ് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷെ അവരന്ന് പഠിച്ചിരുന്ന ആ അറിവിന് വലിയ സ്ഥാനമാണ് നമ്മുടെ പൂർവികർ നൽകിയിരുന്നത്. കിതാബൊന്നും മുന്നിൽ വെച്ച് പഠിക്കാത്തവര് അവര് പറയും, മറ്റേ ഉസ്താദ് വഅളിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് മുതൽക്കാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്, അതിൻ്റെ മുമ്പ് എനിക്ക് ആ സുന്നത്ത് ഓർമ്മയില്ലായിരുന്നു. ഓർമ്മയില്ലാത്തത് അവരെ കുറ്റമൊന്നുമല്ല, അവര് പഠിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട്, സന്ദർഭം. ഇന്ന് അറിവ് പഠിക്കാൻ വലിയ സൗകര്യമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് കാമുകമായി പറയുന്നത്, ദീനിയായ ഇൽമ് നമ്മുടെ സമൂഹത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. വിശ്വാസപരമായും കർമ്മപരമായും ദുർബലമായ അവസ്ഥകളാണ് പല ഭാഗങ്ങളിലും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം കാരണം അറിവിൻ്റെ കുറവാണ്. ചെറിയ ആളുകൾ പോലും യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പിലേക്ക് പാദമൂന്നുന്നവർ പോലും അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ദുർഘടമായ അവസ്ഥ. സ്രഷ്ടാവ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന വളരെയധികം സങ്കടകരമായ അവസ്ഥ കേൾക്കുമ്പോൾ എത്രമാത്രം അറിവ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന്. അറിവ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരണം. ഹിദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇൽമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സംസ്കരിച്ചത്?
യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഒന്നും അറിയാത്ത ആളുകളെ, അക്ഷരാഭ്യാസമില്ലാത്ത, ദീൻ എന്താണ് ആഖിറം എന്താണ് എന്നറിയാത്ത ആളുകളെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ പാദത്തിലേക്ക്, സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് അള്ളാഹുവിന്റെ ഖുർആനും അതിന്റെ വിശദീകരണവും നന്നായി പഠിപ്പിച്ചു കൊടുത്തു. ഇൽമ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് തസ്കിയത്ത് ഉണ്ടാക്കിയത്. അതിന്റെ പ്രധാനപ്പെട്ട മാർഗം ആത്മസംസ്കരണം ഉണ്ടാകുന്നത് വെറുതെ ഇരുന്നാലൊന്നും ഉണ്ടാകൂല. ഇൽമ് അതിന് അനിവാര്യമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോ നീണ്ട ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ഖുർആനിലുണ്ട് ആ ദുആ. അതിലൊരു ദുആയാണ് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം റസൂലാ, ഈ മക്കക്കാരിൽ ഒരു റസൂലിനെ നീ നിയോഗിക്കണം. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഇവർക്ക് ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നത് മൂലം എന്താണ് അവർക്ക് ആ റസൂല് നൽകുന്നത്? വയുസക്കീഹിം, ഇൽമ് പകർന്നു കൊടുത്തുകൊണ്ട് ആത്മസംസ്കരണം ഉണ്ടാക്കിയെടുക്കുന്നു. നല്ല ഇൽമ് ആ യുവാക്കൾക്കും യുവതികൾക്കും നിരക്ഷരരായ ആളുകൾക്കും പകർന്നു കൊടുത്തപ്പോൾ അവരുടെ മനസ്സ് വെളിച്ചമായി. അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്ക് ആ മനസ്സ് തുറന്നു വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാനും ആ മനസ്സിന് സന്നദ്ധതയുണ്ടായി. പരലോകം എന്ന് പറയുന്നൊരു ലോകമുണ്ടെന്നവർ വിശ്വസിച്ചു. അതേ, കാണാത്ത ഒരുപാട് വിഷയങ്ങൾ വളരെ കൃത്യമായി കണ്ടതുപോലെ വിശ്വസിച്ചു. അതിലപ്പുറം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും പകർന്നു നൽകിയപ്പോ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് അനാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അനാവശ്യങ്ങൾ മുഴുവനും പടിപടിയായി അവിടുന്ന് ഇറങ്ങിപ്പോയി. അതിനോട് ഏറ്റവും വെറുപ്പുള്ളവരായി അവര് മാറിക്കഴിഞ്ഞു. എന്തെല്ലാം അസാംസ്കാരിക പ്രവണതകൾ അവരിൽ ഉണ്ടായിരുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും വ്യക്തമായ പിഴവിലായിരുന്നു ആ സമൂഹം ജീവിച്ചിരുന്നത്. ആര് കണ്ടാലും പറയും അവര് ദുഷിച്ചവരാണ്, നശിച്ചവരാണ്, അവരെ സ്വഭാവം മലിനമാണ്, അവരെ സംസ്കാരം ദുഷിച്ചതാണ്, അവരുടെ രഹസ്യ പ്രവർത്തനങ്ങളും പരസ്യ പ്രവർത്തനങ്ങളും മലിനമാണ്, കുടുംബജീവിതം ശിഥിലമാണ്, ജനങ്ങളുമായുള്ള ഇടപാടുകൾ വളരെയധികം ദുസ്സഹമായ രീതിയിൽ, ബാത്തിലായ രീതിയിൽ, എല്ലാം തകർന്ന് തകർപ്പണമായ രീതിയിലാണ്. ആരോടെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ അവർ സഹവാസം പുലർത്തുന്നുണ്ടെങ്കിൽ അത് മുഴുവനും തിന്മയുടെ പേരിലാണ് കൂടുതലും, നന്മയുടെ പേരിൽ കുറവാകുന്നു. അന്നത്തെ കൂട്ടുകെട്ടുകൾ ഏറ്റവും കൂടുതൽ തിന്മയിൽ ഗ്രസിച്ചിരുന്ന കൂട്ടുകെട്ടാണ്. ഏറ്റവും അധികം അന്ന് കൂട്ടുകാരുണ്ടായിരുന്നത് മദ്യപാനത്തിനാണ്, അതുപോലെ തന്നെ അനാവശ്യത്തിനാണ്, വ്യഭിചാരത്തിനാണ്, അക്രമത്തിനാണ്. അതുപോലെ തന്നെ തസ്കരന്മാരുടെ വലിയൊരു സംഘം തന്നെ അന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ആ ചെയ്തികൾ മുഴുവനും മാറ്റിയത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയത് ശരിയായ നിലക്കുള്ള ഇൽമാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, സഹോദരിമാരെ, അതേ അവസ്ഥയിലേക്കാണ് നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്.
അനാവശ്യങ്ങൾ ആളുകൾ വാരിപ്പുണരുന്നത്. അതിനോട് പ്രതികരിക്കാൻ എന്താണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ കയ്യിൽ എന്താണ് ആയുധമായി ഉണ്ടാകേണ്ടത്? നിന്റെ സ്വന്തത്തെയും സ്വത്തത്തെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ, ദുനിയാവിൽ അതിനെ മോചിപ്പിക്കാൻ, ആഖിറത്തിലേക്ക് പറ്റുന്നൊരു ശരീരമാക്കി മാറ്റാൻ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോ നല്ല കറകളഞ്ഞ മനുഷ്യനായി മാറാൻ ഒന്നാമതായി നിന്നിൽ വേണ്ടത് ശരിയായ അറിവാകുന്നു. അറിവിന്റെ കുറവ് അല്ലാതെ നമ്മെ വേട്ടയാടുന്നുണ്ട്. എന്ത് അറിവാണ് വേണ്ടത്? എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള അറിവ് വേണം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം നന്നായി പഠിക്കേണ്ടത് വിശ്വാസപരമായും കർമ്മപരമായും മാത്രമല്ലല്ലോ, ആത്മീയപരമായിട്ടുള്ളൊരു ഇൽമും കൂടി പഠിക്കൽ നിർബന്ധ ബാധ്യതയുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കുന്നതിന്, സംസ്കാരങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന്, രഹസ്യവും പരസ്യവും നന്നാക്കുന്നതിന്, ഇടപാടുകളും ഇടപഴകളും നന്നാക്കുന്നതിന്, എന്തിനധികം നമ്മുടെ ചിന്ത വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി മാറ്റുന്നതിന്, ഓരോ സമയത്തുമുള്ള പദ്ധതികൾ മുഴുവനും റബ്ബ് തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാക്കി മാറ്റുന്നതിന് ഏറ്റവും അധികം ഉപയുക്തമായ ഇൽമ് അത് ഇൽമു തസ്കിയത്താണ്. നമ്മുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന, നമ്മുടെ വിചാര വികാരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കി മാറ്റുന്ന, യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്ന ഇൽമു തസ്കിയ അത് പഠിക്കൽ നമുക്ക് ഫർള് ഐനാണ്, ഫർള് കിഫയല്ല. ഏതെങ്കിലും ഒരാൾ പഠിച്ചാൽ പോരാ. കച്ചവടം നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി പഠിച്ച് ആ വ്യക്തിയുടെ കാലം കഴിയുമ്പോ അടുത്ത ആള് പഠിച്ചാലും മതി. അതൊരു ഫർള് കിഫായയാണ്. സഹോദരങ്ങളെ, ഫർള് കിഫായയായ ധാരാളം വിഷയങ്ങളുണ്ട്. അത് പഠിക്കണ്ട എന്നല്ല, ഇത് വ്യക്തിപരമായ ബാധ്യതയാണ്. നമ്മുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുന്ന ജ്ഞാനം നമുക്ക് വേണം. നമ്മൾ നന്നാകാൻ എന്തെല്ലാം മാർഗങ്ങൾ വേണം, അതിനെ സംബന്ധിച്ചുള്ള തികഞ്ഞ ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ചെറിയവരും വലിയവരും വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഇൽമു പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടായ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാത്ത സ്വഭാവവും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ലേ? തീർത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തിയത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമു പകർന്നു കൊടുത്തുകൊണ്ടാണ്. 100 വർഷത്തിലധികമായി കലഹം നിലനിന്നിരുന്ന സമൂഹമാണ് മക്ക വിട്ട് തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത്. ഗോത്ര തലങ്ങൾ മുഴുവനും ശൈഥില്യത്തിന്റെ ചുഴിയിലാണ് പെട്ടിരുന്നത്. എല്ലാവരും പണക്കത്തിലും അസ്വാരസ്യങ്ങളിലും തകർച്ചയിലുമാണ്. ഒരു ബന്ധം പോലും കറക്റ്റായ രൂപത്തിലില്ല. അവരെ എല്ലാവരുടെയും ശൈഥില്യങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് പരസ്പരമുള്ള പോരുകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയത് വലിയൊരു അനുഗ്രഹമായിട്ടല്ലേ അല്ലാഹു ഖുർആനിലൂടെ എണ്ണി പറയുന്നത്. ജനങ്ങളോട് പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ. ഓർത്തു നോക്കണം ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം. നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പരസ്പരം കലഹിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അള്ളാഹു ഇണക്കം തന്നു. പോരുകൾ മുഴുവനും നീക്കി, പകകളും വിദ്വേഷങ്ങളും ഒക്കെ നീക്കി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച് അവിടുന്ന് ഇൽമു പകർന്നു തന്നപ്പോൾ നിങ്ങൾ ഏകോദര സഹോദരന്മാരായി. അതേ നിറത്തിന്റെ വ്യത്യാസത്തിൽ അന്ന് പോരുകൾ ഉണ്ടായിരുന്നു, തമ്മിലടി ഉണ്ടായിരുന്നു, പരസ്പര വിദ്വേഷങ്ങളും വാക്കുപയറ്റുകളും ഉണ്ടായിരുന്നു. അവർണനും സവർണനും തമ്മില്, അറബിയും അനറബിയിലും തമ്മില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവനും നീക്കിയിട്ട് ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരായി മാറി. ഒരൊറ്റ കുട്ടിയും തമ്മിൽ പിണക്കമില്ലാതെ, തമ്മിൽ വാക്കുപോരില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹങ്ങളില്ലാതെ,
എത്ര സുന്ദരമായ അവസ്ഥയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പഴയ കാലത്ത് അവരുടെ ഇടയിലുള്ള കലഹങ്ങൾ മറിച്ചു നോക്കിയാൽ രസാവഹമാണ്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ആ സഹോദരങ്ങളെ 20 വർഷവും 25 വർഷവും 50 വർഷവും ഒക്കെ കലഹങ്ങൾ നിലനിന്നത്. ആ പ്രശ്നം കേൾക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ചിരിക്കുമെങ്കിൽ അതേ അവസ്ഥയാണ് ഇന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടയിലുള്ള ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് പരസ്പരം പിണക്കങ്ങളും വിദ്വേഷങ്ങളും അതേ കണ്ടുകൂടായ്മയും അകൽച്ചയും വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഏത് മാർഗമാണോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത്, അതേ മാർഗമാണ് ഈ ഉമ്മത്തും അവലംബിക്കേണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട മാർഗം അറിവ് പകരുക, സ്വീകരിക്കുക എന്നതാണ്. എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ കുട്ടിയുടെയും മദ്രസ തലങ്ങളിലുള്ള വിദ്യാഭ്യാസം 12 വരെ പൂർത്തിയാക്കാതെ നിങ്ങൾ നിർത്തിക്കളയരുത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപദേശമാണത്. എന്തേ കാരണം? പക്വത എത്തുന്നൊരു നേരമാകുമ്പോഴേക്ക് ദീനീ ഉലൂമ് മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കത് വലിയൊരു നഷ്ടമായി തീരും. 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് 8ലേക്ക് എത്തുമ്പോഴേക്ക് എണ്ണം ചുരുങ്ങി പോവുകയാണ്. വലിയ സങ്കടകരമാണ് സഹോദരങ്ങളെ. 8ാം ക്ലാസ്സിലെത്തുമ്പോഴും 9ലും 10ലും 11ലും 12ലും ഒരു കുട്ടി പഠിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവനുമാണ്. പക്വതയെത്തുന്നൊരു ചെറുപ്പക്കാരൻ വളർന്നു വന്നിട്ട് ഇടപാടുകൾ അവൻ നടത്തേണ്ടി വരും. ശരിയായ ഇടപാടുകൾ ഏതാണ്, ശരിയല്ലാത്തത് ഏതാണ്, പഠിക്കേണ്ടതില്ലേ അവന്റെ ജീവിതം നന്നാവാൻ? നല്ല ഇടപാടുകൾ നടത്തിയിട്ട് നല്ല കച്ചവടങ്ങൾ നടത്തിയിട്ട് ഒരു മാന്യ ജീവിതം അവന് നയിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചവന് അറിവാണ് വേണ്ടത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ സേവിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്തേണ്ടത്, ഇസ്ലാമികമായി അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, അത് പഠിക്കേണ്ട തലങ്ങളിൽ 9ലും 10ലും നമ്മൾ അവരെ നിർത്തിക്കളഞ്ഞാൽ പിന്നെ ആ വിജ്ഞാനം എവിടുന്ന് ലഭിക്കാനാണ്? ഒരു കുടുംബിനിയായി ജീവിക്കേണ്ട പെണ്ണ്, ആ പെൺകുട്ടി ഒരുപാട് പഠനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ 6 മാസത്തിൽ എന്തെല്ലാം അവകാശങ്ങൾ എനിക്ക് കിട്ടേണ്ടതുണ്ട്? മുഴുവനായിട്ടും നിത്യജീവിതത്തിൽ കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയുണ്ട്? ആദ്യഘട്ടത്തിൽ കിട്ടിയ അവകാശങ്ങൾ തുടരേണ്ടത് എന്തൊക്കെയുണ്ട്? ഇതൊക്കെ പഠിക്കേണ്ടതില്ലേ? ഈ ഭർത്താവിന്റെ കൂടെ ജീവിതം ദുസ്സഹമായി തീർന്നാൽ ഈ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ എന്തെല്ലാം വഴികളുണ്ട്? ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയുണ്ട്? അതല്ല, ഈ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കിയിട്ട് നല്ല രൂപത്തിൽ ഇയാളെ കൊണ്ടുപോകാൻ മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? അതും പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ തലങ്ങളിൽ. പക്ഷേ നമ്മുടെ സമൂഹം അതിനോട് പുറംതിരിഞ്ഞു പോയപ്പോൾ അറിവിന്റെ കുറവ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇടയിൽ വന്നു ചേർന്നു. നമ്മൾ ഇപ്പോഴും പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. കുട്ടികളെ എങ്ങനെ വളർത്തണം? ഒരുപാട് അധ്യായങ്ങളാണ് കിതാബിൽ അതിന് പഠിപ്പിക്കുന്നത്. മുലയൂട്ടിയാൽ മാത്രം മതിയോ? പോരാ. ഒരു കുട്ടി നന്നാവാൻ ഒരു ഉമ്മ എന്തൊക്കെ ചെയ്യണം, ഉപ്പ എന്തൊക്കെ ചെയ്യണം, പ്രഥമമായി എന്തെല്ലാം വിഷയങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്? ആ കുട്ടിയുടെ 2 വയസ്സ് വരെ ബാപ്പയും ഉമ്മയും എങ്ങനെയാണ് സ്വഭാവങ്ങളും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത്? തെമ്മീസിന്റെ പ്രായം എത്തുമ്പോഴേക്ക് എന്തെല്ലാം സ്വഭാവങ്ങൾ ശീലിക്കണം? തെമ്മീസിന്റെ പ്രായം എത്തിയിട്ട് പ്രായപൂർത്തി എത്തുമ്പോഴേക്ക് ആ കുട്ടിയിൽ എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്? സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഇത് കൃത്യമായി അറിഞ്ഞെങ്കിലല്ലേ സഹോദരങ്ങളെ അത് പയറ്റാൻ കഴിയൂ. അത് കൃത്യമായി പഠിച്ചെങ്കിലല്ലേ നമുക്ക് അറിയാൻ കഴിയൂ. അതിന്റെ തലങ്ങളാണ് ഈ ഉയർന്ന തലങ്ങൾ. ഒരിക്കലും എൻ്റെ ഉപ്പമാര് ഉമ്മമാര് മക്കളെ കട്ട് ചെയ്യരുത്. മറ്റു പല വിഷയങ്ങളും പറഞ്ഞു നിർത്തിക്കളയരുത്. സുബ്ഹാനല്ലാഹ്. കാരണങ്ങൾ കേൾക്കുമ്പോ ചിലപ്പോ വലിയ രസം തോന്നാറുണ്ട്. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞു, മോളെ ഇനി മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റൂല ഉസ്താദെ. നിങ്ങളുടെ നാട്ടിലൊന്നല്ലോ, പുറത്തൊരു കഥ പറയാം. മോളെ ഇനി മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പ്രയാസമാണ്. 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് എന്തേ? അവള് വലിയ കുട്ടിയായി മാറി. അർത്ഥം മനസ്സിലായില്ലേ? വലിയ കുട്ടിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മനസ്സിലാവല്ലോ. ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയെന്ന്. ആ പറഞ്ഞതിൽ കളവൊന്നുമില്ല.
അപ്പൊ ഉസ്താദ് ചോദിച്ച്, അങ്ങനെ ആകുമ്പോ ഒരു 9 മണി 10 മണിയാകുമ്പോ സ്കൂളിലേക്ക് പോകാൻ പറ്റുമോ? അതും ഇൽമന്നല്ലേ? ഇൽമു പഠിക്കണ്ടെന്നാ പറയുന്നെങ്കിൽ അതും ഇൽമന്നല്ലേ? അല്ല, ഈ ഇൽമു മാത്രമേ പഠിക്കാൻ പാടില്ലാത്തെന്ന് പറയുമ്പോ അതിനൊരു കാരണം വേണ്ടേ? ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെ, അതെല്ലാവർക്കും മനസ്സിലാവും അല്ലെ? എല്ലാവർക്കും മനസ്സിലാവും. അത് മദ്രസയിൽ മാത്രമല്ല, വീട്ടിലും പറ്റൂല, നടക്കുമ്പോഴും പറ്റൂല, എപ്പോഴും പറ്റൂല. അതൊരു ചുരുങ്ങിയ കാലത്തേക്കുള്ള നിയമമാണ്. പക്ഷെ ക്ലാസ്സിൽ തന്നെ വരണ്ടെന്നുള്ളതിന് ഒരിക്കലും ഇത് കാരണമല്ല. വലിയ കുട്ടിയായി എന്നുള്ളത് നല്ലോണം പഠിക്കാനുള്ളൊരു പക്വതയല്ലേ എത്തിയത്. അപ്പൊ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ശരിക്ക് ചോദിച്ച് പഠിക്കാൻ പറ്റുന്നൊരു സമയമാണ്. സ്വന്തം ജീവിതത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരുപാട് പക്വത എത്തി. ഇനി വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കാൻ പറ്റുന്നൊരു തലത്തിലേക്ക് എത്തി. അപ്പോഴേക്ക് നിർത്തിക്കളഞ്ഞാ പിന്നെന്താണ് ഈ കുട്ടി പഠിച്ചിട്ടുണ്ടാകുക? അതുകൊണ്ട് നിർത്തരുത്. ഉയർന്ന ക്ലാസ്സുകളിൽ നന്നായി പഠിപ്പിക്കണം. അതൊരു പേരിന് വേണ്ടി ആക്കരുത് പറഞ്ഞയക്കുന്നത്. പേരിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 7:15 പോയിട്ട് 7:35 ആകുമ്പോഴേക്ക് കുട്ടി പറഞ്ഞു, ഉസ്താദെ ബസ് വരാനായി, ഞാൻ പോവുകയാണ്, ഈ 20 മിനിറ്റ് കൊണ്ട് എന്താ പഠിക്കുക? എത്രയും പഠിച്ചാ തീരാത്ത സംഗതിയാണ് ദീനിന്റെ ഇൽമ് അല്ലേ? പഠിച്ചാൽ തീർക്കാൻ കഴിയോ? തീർക്കാൻ കഴിയൂല, ഒരിക്കലും തീർക്കാൻ കഴിയില്ല, ഒരാൾക്കും തീർക്കാൻ കഴിയില്ല. അള്ളാഹു ഏറ്റവും അധികം ഇൽമു നൽകി ആദരിച്ച മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് വരെ അല്ലാഹു തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന എന്താ? റബ്ബി സിദ്നി ഇൽമാ എന്നല്ലേ. ഇൽമ് അത് തീർക്കാൻ കഴിയാത്തൊരു അധ്യായമാണ്. ആർക്കും പഠിച്ചു തീർക്കാൻ കഴിയൂല. എത്ര വലിയ ഇൽമാണ്! അതിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും, ഒരു ചെറിയ നഖത്തിന്റെ ഒരു വലുപ്പത്തിലുള്ളതെങ്കിലും നമ്മൾ പഠിച്ചെടുക്കണ്ടേ? അതിനാണ് ഞാൻ കാര്യമായി ആമുഖമായി പറയുന്നത്, വലിയ ക്ലാസ്സുകളിൽ നന്നായി ശ്രദ്ധയോടുകൂടെ മക്കളെ വളരെ പ്രചോദനങ്ങൾ നൽകിയിട്ട് നമ്മൾ അയക്കണം. അതിന് മാർഗങ്ങൾ നമ്മൾ അവർക്ക് സഹായമായി കൊടുക്കണം. പോകാൻ പ്രയാസമുള്ള കുട്ടികളെ ബാപ്പ വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. ഇൽമു പഠിക്കാൻ സഹായിച്ചതിന് നമുക്ക് അള്ളാഹു കൂലി തരൂലേ? കൂലി തരും. ഏറ്റവും കൂടുതൽ അള്ളാഹു തആല കൂലി കൊടുക്കുന്ന ബാപ്പമാരാരാ? മക്കളെ ഖൈറിന് സഹായിക്കുന്ന ബാപ്പമാർ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നന്മക്ക് സഹായിക്കുന്ന ബാപ്പമാർക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഖൈർ എന്താ? ഇൽമാണ്. ഇൽമിന് വേണ്ടി മക്കളെ സഹായിക്കുക. ഉപ്പ ജോലിക്ക് പോകുന്ന നേരത്തിന്റെ ഒരു 10 മിനിറ്റ് കൂടി നേരത്തെ കുട്ടിയെ മദ്രസയിൽ എത്തിക്കുക. ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി നേരത്തെ സഹായിക്കുക. ഒരു 6 മണി 6:15 ആ കുട്ടി മദ്രസയിലെത്തി. 1 മണിക്കൂറെങ്കിലും ക്ലാസ് കിട്ടിയാൽ അൽഹംദുലില്ലാ, അത് വലിയൊരു ഭാഗ്യമാണ്. 1 മണിക്കൂറെങ്കിലും നേരത്തെ ആ ഉയർന്ന വിഷയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ല റാഹത്തോടെ വളരും. ഇസ്ലാമിക സംസ്കൃതിയിൽ നമ്മുടെ മക്കൾ വളരാൻ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോംവഴി അതാണ്. പലയിടങ്ങളിലും ഇന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ വലിയൊരു ദുഃഖമാണ്. ഇന്നലെ സ്ഥലത്ത് വാദിന് പോയപ്പോ ഞാൻ ചോദിച്ചു അവിടെ ഉസ്താദിനോട്, 7ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ ഉസ്താദ് പറഞ്ഞു 25 ആളുണ്ട്. 8ൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ഉസ്താദിന് തന്നെ പറയാനൊരു മടി. ഉസ്താദ് പറഞ്ഞു 6 ആളുണ്ട്. ഒരു സങ്കടം ആലോചിച്ച് നോക്കി നിങ്ങൾ. 7ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് 25 ആളുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കാ. 8ലെത്തിയപ്പോ എത്ര എണ്ണ കുറഞ്ഞത്? അതാ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് തഖ്വ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തഖ്വ ഉണ്ടാകണമെങ്കിൽ ദ്വാരനാ മാത്രം പോരാ. ദ്വാരനാ മാത്രം പോരാ, അതിന്റെ മരുന്ന് വേണ്ടേ? എന്താണ് ആ മരുന്ന്? അത് ഇൽമാണ്. നന്നായി ഇൽമു പഠിപ്പിക്കണം. ഇൽമ അവർക്ക് പകർന്നു കൊടുക്കണം. എല്ലാവരും മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടാണ് നന്നാക്കിയത്. രാജ്യം 2 കൊല്ലം രാജ്യം ഭരിച്ച, 2.5 കൊല്ലം രാജ്യം ഭരിച്ച വലിയ മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. തന്റെ മക്കളെ പഠിപ്പിക്കാൻ ഒരു വലിയ പണ്ഡിതനെ ചുമതലപ്പെടുത്തി. ആ പണ്ഡിതനോട് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഖലീഫയുടെ മക്കളാന്ന് കരുതിയിട്ട് വിട്ടുവീഴ്ചയൊന്നും നൽകരുത്. നല്ല കാർക്കശ്യബോധത്തോടെ പഠിപ്പിക്കണം എന്റെ മക്കളെ. ഗൗരവമായിട്ട് ഉണർത്തുന്ന സംഗതികൾ അങ്ങനെ തന്നെ ഉണർത്തണം. എന്റെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ കൃത്യമായവരെ മനസ്സിലേക്ക്
ദഹിക്കുന്ന രൂപത്തിൽ എളുപ്പമായി നല്ലോണം പഠിപ്പിക്കണം. ഉസ്താദിനെ ഉപദേശിച്ചു എന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും ഖലീഫ മക്കളെ ടെസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് സഹോദരങ്ങളെ. ഉപ്പയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ചയാണ് മക്കളുടെ ഓത്ത് പരിശോധിക്കുന്നത്. ആദ്യം വരട്ടെ, വലിയ ആള് വന്ന് ഓതട്ടെ. വലിയ കുട്ടിയുടെ ഓത്ത് കഴിഞ്ഞാൽ അടുത്ത ആള് വന്ന് ഓതട്ടെ എന്ന് പറയും. അതും കഴിഞ്ഞാൽ അടുത്ത ആള് വന്ന് ഓതട്ടെ എന്ന് പറയും. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികൾ പഠിച്ച ഖുർആനിന്റെ ഭാഗങ്ങൾ ഓതി കേൾക്കുന്ന മഹാനായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവരെക്കാളും വർഷങ്ങൾ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടാകും. 39 വയസ്സ് മാത്രമാണ് ആ മഹാനീ ഭൂമിയിൽ ജീവിച്ചത്. 39 വയസ്സ് ജീവിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 വർഷവും 5 മാസവുമല്ലേ ഭരണം നടത്തിയത്. ഖലീഫയായിട്ട് മക്കളെ സുഖിക്കാനല്ല വിട്ടത്, നന്നായി പഠിപ്പിച്ചു വളർത്തി. ആ മക്കളെ പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ചു. ഓരോ സമയമെത്തുമ്പോഴും ഉസ്താദുമാരെ വിളിച്ചു ഉപദേശിക്കുന്നു. പഠിക്കേണ്ട ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തി കൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠനരംഗത്ത് നന്നായി ശ്രദ്ധിക്കണം. കുട്ടികളെ നന്നായി പഠിപ്പിക്കണം. ചെറുപ്പക്കാർക്ക് നല്ല പാഠം കൊടുക്കണം. ആ പാഠവും പഠനവും നന്നായി ശ്രദ്ധിക്കുന്നതിലൂടെയാണ് ആത്മീയ രംഗത്തെ വലിയ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തഖ്വ എന്ന് പറയുന്നില്ലേ, ആ തഖ്വ ഉണ്ടാകണമെങ്കിൽ പ്രധാനമായും വേണ്ടത് ഇൽമാണ്. ഏത് ചെറുപ്പക്കാരനും നന്നാകണോ, ഏത് ചെറുപ്പക്കാരിയും നന്നാകണോ, അവർക്ക് വേണ്ട ആയുധം തഖ്വല്ലാഹ്. ഏത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ, ഏത് വിഭാഗക്കാരെ കൂട്ടത്തിൽ നിന്നും, മുൻകഴിഞ്ഞവരിൽ നിന്നും ഇപ്പോഴുള്ളവരിൽ നിന്നും അധിക ആളുകളും സ്വർഗത്തിലെത്തുന്നത് 2 കാര്യങ്ങളെ കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ. ആ 2 കാര്യങ്ങൾക്കും വേണ്ട മരുന്ന് ഇൽമാണ്. ഒന്ന് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ചുള്ള ജീവിതം. പടച്ച റബ്ബിന്റെ നിർബന്ധങ്ങളും ശാസനകളും അനുസരിച്ചുകൊണ്ട് വേറെ ആരും നോക്കുന്നുണ്ടോ നോക്കുന്നില്ലേ എന്നത് പ്രശ്നമല്ല. തഖ്വല്ലാഹ്, അല്ലാഹു തആല വിലക്കിയ വിഷയമാണോ എനിക്ക് വേണ്ട. ആര് എത്ര സൗന്ദര്യവൽക്കരിച്ചാലും, ആരെത്ര മോഡലായി അവതരിപ്പിച്ചാലും, നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ മാർഗം സ്വീകരിച്ചാലും പടച്ച റബ്ബ് വിലക്കിയതാണോ, എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു തഖ്വ, ആ ഒരു തഖ്വ ഒരു സഹോദരനിൽ ഉണ്ടാവണമോ, ഒരു സഹോദരിയിൽ ഉണ്ടാകണമോ, അവർക്ക് വേണ്ടത് അറിവാകുന്നു. പടച്ച റബ്ബിന് തഖ്വ ചെയ്യുകയല്ലേ സ്വർഗത്തിലെത്താനുള്ള നല്ലൊരു മാർഗം. മുത്തഖീങ്ങൾക്കല്ലേ അല്ലാഹു സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആ തഖ്വ ഉണ്ടാകാൻ എല്ലാവർക്കും ഇൽമു അനിവാര്യമാണ്. ഹുസ്നുൽ ഖുലുഖല്ലേ മറ്റൊന്ന് പറയുന്നത് സൽസ്വഭാവം. സൽസ്വഭാവം ഉണ്ടാകണമെങ്കിലും സഹോദരങ്ങളെ ഇൽമാണ് വേണ്ടത്. സൽസ്വഭാവം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ് സൽസ്വഭാവം എന്നറിയണം. ആ സൽസ്വഭാവികളായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ മാർഗങ്ങൾ അറിയണം. അതിനും ഇൽമാണ് ഉണ്ടായിത്തീരേണ്ടത്. പടച്ച റബ്ബിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിങ്ങൾ നോക്ക്, ജീവിക്കുന്ന ആളുകളിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ പറ്റി അല്ലാഹു വിശദീകരിച്ചപ്പോ വഅമ്മാമൻ ത്വഗാ ഫഅമ്മാമൻ ത്വഗാ വആസറൽ ഹയാത്തദ് ദുനിയാ, വഴിവിട്ട രീതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, കൃത്യമായി ഒരു വഴി ജീവിതത്തിന് അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വഴിയിൽ നിന്നവൻ തെറിച്ചുപോയി. നല്ല നിലക്ക് നീ ജീവിക്കാൻ അല്ലാഹു ഒരു റൂട്ട് നിനക്കും എനിക്കും നൽകിയിട്ടുണ്ട്. ആ റൂട്ടിലൂടെ തന്നെ നീയും ഞാനും ജീവിക്കണം. നല്ല നിലക്ക് സമ്പാദിക്കാനുള്ള വഴികളും അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. റൂട്ട് തെറ്റിയിട്ട് സമ്പാദിക്കാൻ പാടില്ല. വഴിവിട്ട രീതിയിൽ സമ്പാദ്യം നടത്താൻ പാടില്ല. വഴിവിട്ട രീതിയിൽ സമ്പാദ്യം നടത്തി വഴിവിട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വആസറൽ
ഹയാത്തദ് ദുനിയാ. അതിനവനെ പ്രധാനമായും പ്രേരിപ്പിച്ചത് ഭൗതിക ജീവിതത്തോടുള്ള പ്രണയമാണ്. ഭൗതിക ജീവിതത്തിന് താല്പര്യം നൽകി, ഭൗതിക സുഖങ്ങൾക്ക് താല്പര്യം നൽകി. ഭൗതികത അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യ വിഷയമായി മാറി. അവനിങ്ങനെ അന്വേഷിച്ചു, ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ ഏതാണ്? ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള മോഡലുകൾ മുഴുവനും പരിശോധിച്ചു നോക്കുമ്പോ ആണും പെണ്ണും മുഴുവനും ചെറുപ്പക്കാരികളും യുവത്വം കഴിഞ്ഞവരും മദ്യപാനികളാണ്. എന്നാ ഞാനും മദ്യപാനിയാകട്ടെ എന്നവൻ തീരുമാനിച്ചാൽ അവൻ പിൻപറ്റുന്നത് ഭൗതിക ലോകത്തുള്ള നേതാക്കളെയും ഭൗതിക ലോകത്തുള്ള താല്പര്യപൂർവം മുന്നോട്ട് ജീവിക്കുന്ന ആളുകളെയുമാണ്. അവരുടെ ജീവിതത്തിന്റെ മുറകളാണ് ഇവന്റെ ജീവിതത്തിലും ഇവൻ തെരഞ്ഞെടുക്കുന്നത്. അതേ സമയത്ത് പടച്ച റബ്ബ് അവന് പറഞ്ഞു കൊടുത്തൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ജീവിക്കാൻ അവന് സാഹസികതയേറെ വരും, ശരിയാണ്. പക്ഷേ അവന് തഖ്വയുണ്ട് എന്നതിന്റെ തെളിവതാണ്. അതേ സമയത്ത് ദുനിയാവിൽ നിങ്ങൾ നോക്ക്, വഴിവിട്ട രീതിയിൽ നടക്കുന്ന മനുഷ്യന്മാർ എത്രയുണ്ട്, എത്രയുണ്ട് സഹോദരങ്ങളെ, വഴിവിട്ട രീതിയിൽ നടക്കുന്ന മനുഷ്യന്മാര്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ വിഷയങ്ങളൊക്കെ വഴിവിട്ട രീതിയാണ്. ആ ഹറാമാക്കിയ വിഷയങ്ങളോടല്ലേ ആളുകൾക്ക് കൂടുതൽ താല്പര്യം, ഏറ്റവും അധികം താല്പര്യം. ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വലിയവർക്കും ഒക്കെ സമാണ്. വലിയ താല്പര്യം എന്തിനോടാ? വഴിവിട്ട രീതിയോട്. കാണാനും കേൾക്കാനും മാത്രല്ല, അനുഭവിക്കാനും ചിന്തിക്കാനും വാരിപ്പുണരാനും ഒക്കെ അങ്ങനെയാണ്. വഴിവിട്ട രീതിയിലുള്ള കാര്യങ്ങളോട് വല്ലാത്ത താല്പര്യമാണ് ആളുകൾക്ക്. ഉദാഹരണം പറഞ്ഞാൽ ഒന്നു രണ്ടോ അല്ല, ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ. വഴിവിട്ട രീതിയിൽ ആളുകൾക്ക് താല്പര്യം ഏറി വരികയല്ലേ, വർദ്ധിച്ചു വരികയല്ലേ. ഓരോ വർഷക്കാലത്തെയും നമ്മുടെ നാട്ടിലെ മദ്യപാനത്തിന്റെ കണക്കാണ് ഏറ്റവും വലിയ തെളിവ്. കഴിഞ്ഞ ജനുവരി 1 നമ്മുടെ നാട്ടിൽ അതിന്റെ കണക്ക് വന്നു 543 കോടി. ഒരു ദിവസത്തെ കണക്കാ. അതിന്റെ തൊട്ടു മുമ്പുള്ള ഡിസംബറിന്റെ 2 ദിവസത്തെ കണക്ക് വേറെയുണ്ട്, 24, 25 കണക്ക്. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം മാത്രം തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ നിന്ന് 1 കോടിയിലധികം രൂപയുടെ കണക്ക് പുറത്തു വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്താണ് ജനങ്ങൾക്ക് താല്പര്യം? എന്താണ് ആളുകൾക്ക് താല്പര്യം? ആളുകൾക്ക് ഏറ്റവും വലിയ ലൈറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു താല്പര്യം അതാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ഭാഗം അതാണ്. അതൊക്കെ ഒന്ന് നുണഞ്ഞെങ്കിലല്ലേ ഈ ദുനിയാവൊന്ന് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നാ ചിന്തിക്കുന്നത്. അതൊക്കെ ഒന്ന് ആസ്വദിച്ചെങ്കിലല്ലേ ദുനിയാവൊന്ന് ആസ്വദിക്കാൻ കഴിയൂ. അതിനാണ് ഭൗതിക ജീവിതം തെരഞ്ഞെടുക്കുന്ന. ഭൗതിക ജീവിതത്തിന്റെ താല്പര്യം, ആ താല്പര്യത്തിന്റെ മൂർച്ചയാണ് വഴിവിട്ട രീതി. നല്ല നിലക്ക് തന്നെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ അറിയാം, എന്നിട്ടും സൗകര്യങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ട് മാർഗം തെറ്റിപ്പോകുമ്പോൾ അത് അള്ളാഹുവിനോടുള്ളൊരു വെല്ലുവിളിയാകൂലേ സഹോദരങ്ങളെ? നല്ല നിലക്ക് അവന്റെ ജീവിതം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് കേടായ രീതിയിലേക്ക് മനുഷ്യൻ തിരിയുമ്പോ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ താല്പര്യം എന്തിനോടാണ്? വഴിവിട്ട രീതിയോടാണ് അവന് ഏറ്റവും വലിയ താല്പര്യം വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത് എന്നതിൽ നിന്ന് അപ്പുറം ജനങ്ങൾക്ക് ഏറ്റവും വലിയ താല്പര്യമുള്ള കാര്യങ്ങളായിട്ട് ആളുകൾ കാണുന്നത് അതാണ്. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണോ അനുവദിക്കാത്തതാണോ? റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്. ആളുകൾക്ക് കേൾക്കാൻ ഏറ്റവും വലിയ ആഗ്രഹമുള്ളത്, കാണാൻ ഏറ്റവും വലിയ ആഗ്രഹമുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഒഴിവ് സമയങ്ങളിൽ അന്യ സ്ത്രീയും അന്യ പുരുഷനും അതേ ഒരുമിച്ച് നിന്ന് ഒരേ സ്റ്റേജിൽ വേദി പങ്കിട്ട് അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടി വന്ന്
ആ പെൺകുട്ടി ഒരു മൈക്കും പിടിച്ച് പാട്ട് പാടുമ്പോ അവിടെ ജനസാന്നിധ്യം എത്ര അധികമാണ്, ജനസാന്നിധ്യം എത്ര കൂടുതലാണ്, ജനപങ്കാളിത്തം എത്ര അധികമാണ്. അതേ ഒരു ലൈറ്റസ്റ്റ് താരം റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ രീതിയിൽ ഒരു മുസ്ലിമാണ് എന്ന് നിങ്ങൾ കരുതിക്കോ. ഒരു മുസ്ലിമത്തായ പെണ്ണ് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാട്ടിയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു പ്രദർശന വസ്തുവായി മുന്നോട്ട് വന്നാൽ അവിടെ കാണാൻ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം എത്ര അധികമാണ്. ജനങ്ങളുടെ താല്പര്യം ഏതിലേക്കാണ്? അനാവശ്യങ്ങളിലേക്കാണ് ആളുകൾക്ക് താല്പര്യം വർദ്ധിക്കുന്നത്. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അത് ഭൗതികന്മാരുടെ ലക്ഷണമാണ്. വആസറൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ജീവിതത്തിന് അവർ താല്പര്യം കൊടുത്തവന് മുന്നോട്ട് നീങ്ങുമ്പോ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, നരകമാണ് അവന് വാസസ്ഥലമായി ലഭിക്കുന്നത്. പകരം കിട്ടുന്നത് നരകലോകമാണ്. സ്വർഗലോകം അവന് പകരം ലഭിക്കില്ല. സ്വർഗലോകം പകരം കിട്ടുന്ന ആളെ ഇപ്പുറത്ത് അല്ലാഹു പറയുന്നുണ്ട്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് ഓരോന്നിനും കണക്ക് പറയണം എന്ന് പേടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആര് കണക്ക് ചോദിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കണക്ക് പറയേണ്ടതുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിലുള്ള ഹിസാബ് പേടിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘമല്ലേ ED എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങളെ വീട്ടിലേക്ക് EDയുടെ ഒരു നോട്ടീസ് വന്നാൽ എത്ര വെപ്രാളത്തിലും എത്ര പേടിയിലുമാണ് ആളുകൾ കഴിയുന്നത്. ED പിടിച്ചുകൊണ്ടു പോകുന്ന എത്ര തലവന്മാരെയാണ് ആദ്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നത്. 2 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നതിന്റെ മുമ്പ് തന്നെ തലകറങ്ങി വീണുപോയി. മലക്കുകളല്ല, ജിന്നുകളല്ല, സാധാ മനുഷ്യര് തന്നെ. അവര് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസുമായി വരുമ്പോഴേക്ക് ഇവൻ തലകറങ്ങി വീണുപോവുകയാണ്. പിന്നെ നോക്കുമ്പോ അവന്റെ അവസ്ഥയൊക്കെ മാറിപ്പോയി. അവന് ചോദിക്കാൻ വലിയ പ്രയാസമാണ്. ഡോക്ടർ പറയുന്നു 2 ആഴ്ചത്തെ വിശ്രമം ഹോസ്പിറ്റലിൽ വേണം. ഒരു 2 മണിക്കൂർ നേരത്തെ ചോദ്യത്തിന് ഹാജരാകാൻ വേണ്ടി ഒരു ചെറിയ സമൻസ് വന്നപ്പോഴേക്ക് ബോധം കെട്ട് വീണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ നീ എത്ര തവണ ബോധം കെടേണ്ടി വരും? അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കാൻ നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യത്തിന് വേണ്ടി തന്നെ മുന്നോട്ട് വെക്കുമ്പോ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച് നിന്നെ തള്ളി വിടുകയല്ല. ഇവിടെ ED ചോദിക്കുന്ന ചോദ്യം ഒന്നും പുറത്തു വന്നില്ല എന്ന് വരാം. മറ്റൊരാള് അറിയാത്ത രൂപത്തിൽ രഹസ്യമായി സൂക്ഷിച്ചേക്കാം. നിന്റെ കൂട്ടുകാരനോ, നിന്റെ കുടുംബിനിയോ, നിന്റെ അയൽവാസിയോ, നിന്റെ കുടുംബക്കാരനോ ആരും അറിയാതെ രഹസ്യമായത് സൂക്ഷിച്ചെന്ന് വരാം. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അല്ലാഹു ചോദ്യത്തിന് വെക്കുമ്പോൾ ആ ഒരു രംഗം പേടിച്ച് ഇവിടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു രൂപമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ച ചിന്ത കണ്ടില്ലേ നിങ്ങൾ? ജമാഅത്തിന് വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ എന്നും ഒരു സഹോദരി തന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ആ ചെറുപ്പക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കും. നല്ല സൗന്ദര്യമുള്ള ആ സഹോദരി എന്നും ഈ ചെറുപ്പക്കാരനെ നോക്കി ചിരിക്കും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ തലയും താഴ്ത്തി മുന്നോട്ട് പോകുന്നു. എന്തേ കാരണം? ആ ചെറുപ്പക്കാരന്റെ ഖൗഫാണത്. കാണാൻ പറ്റാത്തത് മുന്നിൽ വരുമ്പോൾ കണ്ണിന്റെ രൂപം മാറ്റണമെന്നല്ലേ അല്ലാഹുവിന്റെ നിർദ്ദേശം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. മുഅ്മിനീങ്ങളോട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ,
കാണാൻ പറ്റാത്ത അവസ്ഥകൾ സംജാതമാകുമ്പോ കണ്ണൊന്ന് ചിമ്മണം, കണ്ണൊന്ന് തിരിക്കണം, മറ്റൊരു ഭാഗത്തേക്ക് നോട്ടം മാറ്റണം, അതുവഴി സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കണം. ദാലികാസുകാലഹും, അതവർക്ക് ഏറ്റവും വലിയ വിശുദ്ധിയാണ്. കാഴ്ച പലപ്പോഴും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. പലതും കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ രൂപഭാവങ്ങളൊക്കെ മാറും. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളുകളുടെ മനസ്സ് വല്ലാത്ത ക്ലിയർ ഉള്ള മനസ്സാണ്. കാരണം കാണാൻ പറ്റാത്ത ഒരു ചിത്രങ്ങളും അവരെ മനസ്സിൽ പകർന്നിട്ടില്ല. അതിന്റെ ഒരു തനിമ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കണ്ണുവട്ടന്മാരെ കൽബിന്റെ വിശുദ്ധി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവർക്ക് കിബറുണ്ടോ? കിബറില്ല. റുജുബുണ്ടോ? റുജുബില്ല. ഹസദുണ്ടോ? ഹസദില്ല. ഹിർസുണ്ടോ? ഹിർസില്ല. ഇതിനൊക്കെ കാരണം കാഴ്ചയാണ്. ഒരാളെ കാണുമ്പോ, അയാളുടെ പുരോഗതി കാണുമ്പോ നിനക്കൊരു ഹസദ്, നിന്റെ ചില പ്രവർത്തനങ്ങൾ നീ സ്വന്തം വിലയിരുത്തിയിട്ട് നിനക്കൊരു റുജുബ്. ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, ഞാൻ കുറച്ചൊക്കെ ഇൽമുള്ള ആളാണ്, കുറച്ചൊക്കെ തഖ്വയുള്ള ആളാണ്, കുറച്ചൊക്കെ ഇബാദത്തുള്ള ആളാണ്, കുറച്ചൊക്കെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളാണ്, നിനക്കൊരു റുജുബ്. പലതും കാണുമ്പോ നിനക്കൊരു ഹിർസ് കണ്ടിട്ട് ഒരു അതിമോഹം, അങ്ങനെ എനിക്കും ഇങ്ങനെ എനിക്കും എങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ഒന്ന് എനിക്ക് വേണം, പറ്റാൻ വേണ്ടില്ല പറ്റാത്തായാലും വേണ്ടില്ല, അത് വേണം, മോഹം വരികയാണ്. ഈ മോഹങ്ങളൊന്നുമില്ല കാണാത്തതുകൊണ്ട്. അപ്പൊ കൽബിന്റെ ക്ലിയർ എത്ര നല്ല ക്ലിയറാ. കൽബ് ക്ലിയർ ആകാൻ നോട്ടം നിയന്ത്രിക്കണം. നോട്ടം നിയന്ത്രിക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഖൗഫുള്ളവർക്കേ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്കേ നോട്ടം നിയന്ത്രിക്കാൻ കഴിയൂ. നോക്കാൻ പാടില്ലാത്തതിലേക്കുള്ള ഒരു നോട്ടം ഒരാൾ നിയന്ത്രിച്ചാൽ എത്ര വലുതാണ്. നിനക്ക് കാണാൻ പാടില്ലാത്ത ഒന്നും നീ കാണരുത്, കാണാൻ പാടില്ലാത്ത ഒന്നിലേക്കും നീ നോക്കരുത്. അത് വലിയൊരു സംഗതിയാണ്. അള്ളാഹു അനുവദിക്കാത്തതിലേക്ക് ഒരു മനുഷ്യൻ നോക്കിയാൽ അള്ളാഹുവിനെ ഒരു നോട്ടം, നിനക്ക് പടച്ച റബ്ബിലേക്ക് ഒരു നോട്ടം വേണ്ടേ നിന്റെ കണ്ണുകൊണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ നളറ ഇലാ മാ ലാ യഹില്ലു ലഹു, അള്ളാഹു അനുവദിക്കാത്തതിലേക്ക് ഒരാൾ നോക്കിയാൽ ഹറമല്ലാഹു അലൈഹി അൻ നളറ ഇലാ വജ്ഹിഹി, അള്ളാഹുവിന്റെ ദർശനം അള്ളാഹു അവന് നിഷിദ്ധമാക്കും. അള്ളാഹുവിനെ കാണണ്ടയോ സഹോദരാ? പടച്ച റബ്ബിനെ കാണാൻ എന്തൊരു ആഗ്രഹമാണ് മുഅ്മിനീങ്ങൾക്ക്. ആ കാഴ്ചക്കുള്ള മുഖത്തിന് എന്തൊരു പ്രകാശമാണ്. പക്ഷേ ആ പ്രകാശം ഉണ്ടാകണമെങ്കിൽ നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കണം. കണ്ണിനെ നിയന്ത്രിക്കാതെ പടച്ച റബ്ബ് അനുവദിക്കാത്തതിലേക്ക് മുഴുവനും നീ നോക്കിയാൽ അല്ലാഹു അവനിലേക്കുള്ള നോട്ടം നിനക്ക് തടയും. വൽഖാഹു ഫിന്നാർ, അവനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയും. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഇന്ന് പലതും പല സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉപകരണങ്ങളിലൂടെ നിങ്ങൾ എന്ത് കണ്ടാലും ദുഷിക്കുന്നത് കാണാൻ പാടില്ല. ഖൽബിന്റെ ചിത്രം മാറുന്ന ഒന്നും കാണാൻ പാടില്ല. ഖൽബിനെ കേടുവരുത്തുന്ന ഒരൊറ്റ ചിത്രവും നോക്കാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വാപ്പ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ഉമ്മ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, പിന്നെയൊക്കെ നന്നാകാമെന്ന ചിന്തയാണെങ്കിലും ആ നോക്കുന്നത് കാണാൻ പറ്റാത്തതല്ലേ, അള്ളാഹു ഹറാമാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കാ നോട്ടം വേണ്ട. നല്ല സൗന്ദര്യമുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹജ്ജിന് പോകുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട്. വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നല്ല യുവാവാണ്, നല്ല ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അപ്പുറത്തതാ ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മുത്തുനബി തങ്ങളെയും കാത്തൊരു വിഷയം ചോദിക്കാൻ വേണ്ടി വഴിയോരത്ത് നിൽക്കുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങൾ ഒറ്റ നോട്ടം നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞു. നോക്കരുത് ഫദ്ലേ. ഒരൊറ്റ
ഒരൊറ്റ നോട്ടം നോക്കിയിട്ടേ ഉള്ളൂ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു നോട്ടം നോക്കിയപ്പോഴേക്ക് തങ്ങൾ മുഖം തിരിച്ചു. നോക്കരുത് ഫദ്ലേ. ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു മസ്അല. ഞാൻ ഈ കുട്ടിയെയും കൊണ്ട് ഹജ്ജിന് വന്നതാണ്. ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഉത്തരം നൽകി. അങ്ങോട്ട് എത്തുന്ന വഴിയിലാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നോട്ടം. തങ്ങൾ അത് തടഞ്ഞു. എന്താ നമ്മൾ പഠിക്കേണ്ടത്? എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹു അനുവദിക്കാത്ത ഒന്നിലേക്കും നോക്കരുത്. മുമ്പ് കാലത്തൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ സജീവമായി വരുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ നല്ല ഖൗഫായിരുന്നു. ഇതെല്ലാവരുടെ കയ്യിലും വിളിക്കാൻ പറ്റുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ എത്തിയപ്പോ എല്ലാവരും മറിച്ചു നോക്കുകയാണ്. പടച്ചോൻ ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ കാണാതിരിക്കുക? സ്വർഗത്തിലെ ഹൂറിലീങ്ങളല്ലേ വഴിവഴിയായി കാണുന്നത്. എന്തെല്ലാം കാഴ്ചകളാണ്. മുമ്പ് നമ്മുടെ നാട്ടില് തീരെ സിനിമ കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നു, നാടകം കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല ആരെങ്കിലും കാണാത്തവരുണ്ടോ? അത്രയും അപൂർവമാണ്. നമ്മളാ നിയന്ത്രിക്കേണ്ടത് പടച്ച റബ്ബിനെ ഖൗഫ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള നിയന്ത്രണം. അള്ളാഹുവിനെ പേടിക്കുന്നവർക്കേ അങ്ങനെ നോട്ടം മാറ്റാൻ കഴിയൂ. അതാണ് സഹോദരങ്ങളെ ശരിയായ നിലക്കുള്ള ഖൗഫ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ചെറുപ്പക്കാരൻ ജമാഅത്തിന് പോകുമ്പോൾ കാത്തു നിൽക്കുന്ന പെണ്ണ് ഒരുപാട് തവണ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് നിൽക്കും. ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോക്കാതെ തലയും താഴ്ത്തിയൊരു പോക്കാണ്. അതിന് കഴിയോ ചെറുപ്പക്കാരെ? അതാണ് നല്ല ചെറുപ്പക്കാരന്റെ ലക്ഷണം. മുന്നിലേക്കൊരു സഹോദരി വരുമ്പോ ഒരുപാട് തവണ നോക്കി ആസ്വദിക്കുന്നതല്ല ഈമാനും ഇഖ്ലാസും ഖൗഫും. ഒറ്റ തവണ നോക്കാതെ കണ്ണ് തായോട്ട് തിരിക്കുന്നതാണ്. അത് എത്ര നല്ല പെണ്ണാണെങ്കിലും, എത്ര അടുത്ത ബന്ധമുള്ള പെണ്ണാണെങ്കിലും, അടുത്ത് ഇടപഴകുന്ന കൂട്ടുകാരിയാണെങ്കിലും, നിനക്ക് കാണൽ അനുവദിക്കാത്ത രൂപത്തിലുള്ള മെമ്പറാണോ, നിന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കളയണം, മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കളയണം. വഴിയോരത്ത് കൂട്ടം കൂടി നിൽക്കുന്ന സ്വഹാബിമാരോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, വഴിയോരത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു ചെറുപ്പക്കാരായ സ്വഹാബിമാര്, എന്തിനാ നിങ്ങൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി ഒന്ന് ഇരുന്നതാണ്. ചില ആളുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ വഴിയോരങ്ങളിൽ ഷെഡ് കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ചില നിയമങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം. എന്താ നബിയെ നിയമങ്ങൾ പാലിക്കേണ്ടത്? പ്രധാനമായും വല്ലുൽ ബസരി അൻ മഹാരിമില്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് കണ്ണിനെ മാറ്റിക്കളയണം. കഫുൽ അദാ, ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, വാക്കുകൊണ്ടും അല്ലാതെയും ഉപദ്രവിക്കാൻ പാടില്ല. റദ്ദുസ്സലാം, ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം മടക്കണം. അംറും ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് മറ്റുള്ളവരോട് കൽപ്പിക്കണം. നഹിയുൻ അനിൽ മുൻകരി, എന്ത് തിന്മ കണ്ടാലും അതിനെ വിലക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ ഓരോരുത്തരും വീട്ടിലേക്ക് പോകണം. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഗീബത്ത് പറയാൻ തുടങ്ങിയാൽ വേണ്ടാന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലേ നീ എവിടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് വിക്കൊള്ളണം. നിന്റെ കൂട്ടത്തിൽ സഭയിൽപ്പെട്ട കൂട്ടുകാരിൽ ഒരാൾ തുടങ്ങി പറ്റാത്തൊരു സംസാരം, നിർത്തിക്കളയാനുള്ള കഴിവ് നിനക്ക് വേണം. അതാണ് നഹിയുൻ അനിൽ മുൻകർ, തിന്മ വിലക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞത് അതാണ്. അതേ ഉപകാരമില്ലാത്ത എന്തെങ്കിലും വർത്തമാനം പറയുമ്പോ തടയാനുള്ള കഴിവ് നിനക്കുണ്ടാകണം. നീ മറ്റുള്ളവരോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോ അത് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാകരുത്, നന്മയിലേക്ക്
നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാകണം. നിന്റെ മുന്നിലൂടെ ഒരാൾ പോകുമ്പോ സലാം പറഞ്ഞു, അയാൾ ഒരു ദുർബല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അയാളെ സലാം തിരസ്കരിക്കരുത്, സലാം മടക്കണം. ഒരു പെണ്ണ് മുന്നിലൂടെ പോകുമ്പോ ആ പെണ്ണിനെ പരിഹസിച്ചുകൊണ്ട് ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അടക് നോക്കിക്കൊണ്ട് ആസ്വദിക്കാൻ കൂട്ടം കൂടി നിൽക്കരുത്. അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങരുത്. അതിനു വേണ്ടി സംഘം കൂടിയിട്ട് കൂട്ടം കൂടിയിരിക്കരുത്. വല്ലുൽ ബസർ, കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതും ശ്രദ്ധ മാറ്റുന്നതും അതിൽ പ്രധാനപ്പെട്ട കടപ്പാടാണ്. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടം കൂടി ഇരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കുന്നവരോടൊക്കെ, സംഘം ചേർന്നിരിക്കുന്നവരോടൊക്കെ ഒരാൾ ആ പെണ്ണിന്റെ അഴകിനെ പറ്റി അന്വേഷിക്കുമ്പോഴേക്ക് മറ്റേയാൾ അത് നിർത്തിക്കളയണം, പാടില്ല എന്ന് പറയണം. ചെറുപ്പക്കാരെ ഹൗഫ്, നല്ല നല്ല യുവാക്കളെ ഹൗഫൊക്കെ നമുക്ക് മാതൃകയാണ് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള ആ ചെറുപ്പക്കാരന്റെ ഒക്കെ ഹൗഫ് നോക്ക് നിങ്ങൾ. തായോട്ട് നോക്കി അങ്ങനെ നടന്നു പോകും ജമാഅത്തിന്. അസ്ർ നിസ്കാരത്തിന് പോകുമ്പോ അപ്പോഴുണ്ടാകും ഈ പെണ്ണ് മുറ്റത്ത് തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് വല്ലാത്ത ആകർഷണീയത. അങ്ങനെ 2-3 ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞെങ്കിലും ഒരു നിരക്കും ശ്രദ്ധ കൊടുക്കാതെ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാതെ കടന്നു പോകുന്ന ചെറുപ്പക്കാരനെ ഈ പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്ന നിലക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ പെണ്ണ് കതകടച്ചു. കുറെ ദിവസമായി ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ ശരീരം മുഴുവനും വിറച്ച് ശരീരത്തിന്റെ നിറമൊക്കെ മാറിയിട്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഭാഗത്ത് വീണുപോയി. വീഴാനുള്ള കാരണം അള്ളാഹുവിനെ പേടിച്ചതാണ്. പടച്ച റബ്ബിന്റെ ഖൗഫാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്കൊരു നൃത്തം നിൽക്കാനുണ്ട്. ഇവിടെ ആര് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു വിഷയമല്ല, അതൊരു പ്രശ്നമേ അല്ല. ഇവിടെ തന്നെ ബോധം കെട്ടി വീഴുന്നവർ അവിടെ എത്ര തവണ ബോധം കെട്ടി വീഴേണ്ടി വരും? എങ്ങോട്ടാ സഹോദര അവിടെ ഒളിച്ചോടി പോകാൻ കഴിയുക? എവിടേക്കാണ് അവിടെ നിന്ന് ശ്രദ്ധ മാറാൻ കഴിയുക? റെക്കമെന്റിന് നിനക്ക് ആരാണ് ഉണ്ടാവുക? ഇവിടെ റെക്കമെന്റിന് ഒരുപാട് ആളുകളുണ്ട്. ശ്രദ്ധ മാറ്റിക്കളയാനും നിന്റെ കേസ് മാറ്റാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചേഞ്ച് ചെയ്യാൻ ഒരാളെ കിട്ടുമോ? നിരപരാധിയാണെന്ന് നിന്നെപ്പറ്റി പറയാൻ ഒരൊറ്റ നാവെങ്കിലും അവിടെ പൊങ്ങുമോ? ഞാനും നീയും ചെയ്തു വെച്ച നന്മയും തിന്മയും വിളിച്ചു പറയുന്നൊരു ഭൂമി അവിടെ വരാനുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ വായിക്കുന്നൊരു ദിവസമുണ്ട്. ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മകൾ ഭൂമി വെളിവാക്കി പറയും. ഇവിടെ ഈ മജ്ലിസിൽ വന്നിട്ട് നമ്മൾ നന്മ ചെയ്തവരാണോ? ആ നന്മ നാളെ ആഖിറത്തിൽ ഭൂമി അവിടെ വെളിവാക്കി പറയും. സാക്ഷികളായിട്ട് ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല വരുന്നത്, മലക്കുകൾ അതിന് സാക്ഷിയാണ്. ഈ സമയം അതിന് സാക്ഷിയാണ്. ഈ ചരാചരങ്ങൾ അതിന് സാക്ഷിയാണ്. ഇക്കാണുന്ന പള്ളിയും അക്കാണുന്ന മദ്രസയും എല്ലാം സാക്ഷികളാണ്. അതേ സമയത്ത് തിന്മ ചെയ്തൊരു ഭൂമിയാണോ, ആ ഭൂമിയും അവിടെ വരും. എന്തിനാണ് ഭൂമി വരുന്നത് എന്നറിയുമോ? മനുഷ്യൻ നിഷേധിക്കാൻ എളുപ്പം മുന്നോട്ട് വരുന്നവനല്ലേ. ഭൂമി കാണുമ്പോൾ അവന് ഓർമ്മ വരും. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയും. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചാണ് നീ അത് ചെയ്തത് എന്ന് ഭൂമി ഉറക്കെ പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. ഭൂമിക്ക് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴല്ലേ അല്ലാഹു തആല ഭൂമിയെ കൊണ്ടങ്ങനെ പറയിപ്പിക്കുന്നത്. അതെല്ലാം ഓർത്തിട്ടാണ് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ വീണുപോയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലമാണ്. ആ ചെറുപ്പക്കാരന്റെ ഉപ്പ തന്റെ മകനെ കാണാതെ അന്വേഷിച്ചു വന്നപ്പോ ആ വീട്ടുകാരിയായ സഹോദരി യുവതി പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ മകനെ ക്ഷണിച്ചു വരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങളെ മകൻ വീണുപോയി. ഉപ്പ മകനെയും പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ യുവാവ് മരണപ്പെട്ടുപോയി. ഒരു സങ്കടകരമായ മരണം. ജമാഅത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ മരിച്ചു. മരണമൊക്കെ കഴിഞ്ഞ്
ജനാസ നിസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖീല ചെറുപ്പക്കാരന്റെ ഖബർ റെഡിയാക്കി ഉമർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഓതിക്കൊടുത്തു 2 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു 2 സ്വർഗങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവര് കേൾക്കുന്ന രൂപത്തിൽ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്കതിന് യോഗ്യതയുണ്ടോ? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അന്നല്ലാഹ അഅതാനിഹിമാ യാ ഉമറൂ. ഉമർ തങ്ങളെ, ആ 2 സ്വർഗങ്ങളും അല്ലാഹു എനിക്ക് നൽകിക്കഴിഞ്ഞു. മണ്ണിട്ട് മൂടിയിട്ട് ഖബറിന്റെ ഒരു ഭാഗത്തിരുന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്ക് 2 സ്വർഗമുണ്ടെന്ന ആയത്ത് ഓതിക്കൊടുത്തപ്പോ ഉള്ളിൽ നിന്ന് വന്ന റിസൾട്ട് എന്താന്ന് നിങ്ങൾ നോക്കി. ആ 2 സ്വർഗങ്ങളും അള്ളാഹു എനിക്ക് നൽകിക്കഴിഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വീണുപോയത് ആ പെൺകുട്ടിയുടെ ശരീരം എനിക്ക് കിട്ടാത്തതിന്റെ പേരിലല്ല, ശരീരത്തിൽ ആശ കൂടിയിട്ട്, ആഗ്രഹം കൂടിയിട്ട് എനിക്ക് ശരീരം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടല്ല. ഞാൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും അനാവശ്യങ്ങൾ ചെയ്താൽ പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് നിൽക്കണമല്ലോ എന്നൊരു ചിന്തയും ബേജാറും എന്റെ മനസ്സിൽ വന്നപ്പോ, ആ ഖൗഫ് അങ്ങോട്ട് തീവ്രമായി വന്നപ്പോ ഞാൻ അവിടെ വീണുപോയി. അള്ളാഹുവിനെ പേടിച്ചാണ് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ വെച്ചു. ആരൊക്കെ നിന്നെ ക്ഷണിച്ചിട്ടും നീ അതിലേക്ക് പോയില്ല. സാഹചര്യങ്ങൾ പലതും മുന്നിൽ വന്നിട്ടും നീ അതിന് നിന്നു കൊടുത്തില്ല. വളരെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ നീ അങ്ങ് ജീവിച്ചെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, നിനക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. യുവാക്കളോട്, യുവതികളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യുവത്വം നൽകിയാൽ ആ പ്രായമാണ് എല്ലാ നന്മക്കും ഏറ്റവും സന്തോഷമുള്ള പ്രായം. 40-ന് ശേഷമുള്ള പ്രായമല്ല കേട്ടോ, 40-ന് മുമ്പുള്ള പ്രായമാണ് എല്ലാ നന്മകൾക്കും ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന സമയം. നമ്മൾ നന്നാകാനുള്ള മാർഗങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി വിശുദ്ധ റമദാനിൽ നമ്മൾ കൂട്ടുപിടിച്ചത്, ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ കൊണ്ട് എപ്പോഴും ശീലിപ്പിക്കുക പരിശുദ്ധ ഖുർആൻ വിടാതെ പാരായണം ചെയ്യാൻ, അത് ഓതാൻ വേണ്ടി എന്നും മക്കളെ ഭദ്രശ്രദ്ധരാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സന്താനങ്ങളെ കൊണ്ട് ഖുർആനോത്ത് ശീലമാക്കിയതുപോലെ നമ്മുടെ മക്കൾ എല്ലാ സമയങ്ങളിലും ഖുർആൻ കൊണ്ട് നേരം കളയട്ടെ. ചെറുപ്പക്കാരായ സമൂഹം, ചെറുപ്പക്കാരികളായ സമൂഹം ഇന്ന് നേരം തുലക്കുന്നത്, നേരം വിറ്റ് കളയുന്നത്, കാശാക്കുന്നത് ഉപകാരമില്ലാത്ത സംഗതികളിലാണ്. അധികവും ഉപകാരമില്ലാത്ത സംഗതികളിലാണ്. അത് മാറ്റണം. നമ്മൾ നന്നാകാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. നേരം പോക്കിന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. ഒരു തബാറക്കയും സൂറത്തുൽ വാഖി ഓതിയിട്ട് ചുളിവിലാണ്ട് രക്ഷപ്പെടാന്ന് കരുതിയിട്ട് ഇങ്ങനെ കാത്തിരിക്കരുത്. അങ്ങനത്തെ ആൾക്കാരാകരുത് നമ്മൾ. പലരും ഇപ്പൊ അങ്ങനെയാണ്, ഒരു തബാറക്കയും ഒരു ദാവക്കാറ്റും ഓതിയിട്ട് അങ്ങനെ ആകരുത്. ഖുർആന് നെഞ്ചിലേറ്റിയിട്ട് മുറുകെ പിടിക്കണം. ഖുർആന് കൊണ്ട് തിരുത്താൻ കഴിയും, എല്ലാ ആളുകളെയും തിരുത്താൻ കഴിയും, നന്നാക്കാൻ കഴിയും. ഏത് അധർമ്മികളെയും നന്നാക്കാൻ കഴിയും പരിശുദ്ധ ഖുർആന് കൊണ്ട്. ഉമ്മമാരെ, ചെറുപ്പക്കാരിയായ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂട്ടിന് പിടിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ഒറ്റക്ക് ജീവിച്ചില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? ഒരു വീട്ടില് 40 കൊല്ലത്തിലധികം ഒരു വീട്ടിൽ ഒറ്റക്ക് താമസിച്ചില്ലേ ആയിഷ ബീവി? ആ വീട്ടില് കൂട്ടിന് പിടിച്ചത് എന്താണ്? ഖുർആനാണ്.
ധാരാളം ഖുർആൻ ഓതുന്ന മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ചെറിയ രൂപത്തിലല്ല സഹോദരങ്ങളെ, വലിയ രൂപത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ സഹോദരിമാരുടെ പുറത്തിറങ്ങി പോകുന്ന രൂപഭാവങ്ങൾ കണ്ടപ്പോ വല്ലാതെ വ്യസനിച്ച് കരഞ്ഞുപോയ മഹദിയാണ്. ഇന്ന് ജനങ്ങൾ ഈ നടത്തുന്ന, പെണ്ണുങ്ങൾ നടത്തുന്ന ഈ കൂത്താട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ പൂർണ്ണമായും പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ തടയപ്പെടുമായിരുന്നു. കമാ മുനിഅത്ത് ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ സ്ത്രീകളെ തടയപ്പെട്ടതുപോലെ, രംഗപ്രവേശനം നടത്തിയപ്പോൾ അവർക്ക് വിലക്ക് വന്നതുപോലെ ഇന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് കാലം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്താണ്. ഞാൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരോട്, സഹോദരന്മാരോട്, സഹോദരിമാരോടൊക്കെ പറയട്ടെ, രംഗപ്രവേശനം ഇപ്പോൾ നമുക്കൊരു ഹോബിയാണ്, നമുക്കതൊരു സുഖമായി തോന്നിയിരിക്കുന്നു. കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കണം, കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട മേഖലകളിലൊക്കെ സൂക്ഷിച്ചേ പറ്റൂ. 40 കൊല്ലം കൂട്ടിന് പിടിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമും പരിശുദ്ധ ഖുർആനും നിസ്കാരങ്ങളും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. എത്ര സൂക്ഷ്മതയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. മഹദി പറഞ്ഞില്ലേ, ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് മൂന്നാമതായി അവിടെ അന്തി ഉറങ്ങാൻ വേണ്ടി കയറി വന്നതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതിനു മുമ്പ് 2 പേര് ആ വീട്ടിന്റെ ഒരു ഭാഗത്തുണ്ട്. ഒന്നെന്റെ ഭർത്താവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റൊന്നെന്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂടി അവിടെ മറവ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നബി തങ്ങളുടെ ജീവിതത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു? ഒരു 12 വർഷം കഴിഞ്ഞു. 2 വർഷവും ചില്ലറ മാസവുമല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചത് 10 വർഷമാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു 12 വർഷം. അപ്പൊ ആയിഷ ബീവിക്ക് എത്ര പ്രായമുണ്ട്? 30 വയസ്സ് പ്രായമാണ്. പിന്നെയും ആയിഷ റളിയല്ലാഹു അൻഹ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. മഹദി പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്ത ശേഷം എന്റെ ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ ആ റൂമിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഹയാ അമ്മിൻ ഉമറ, അവിടെ ഉമർ തങ്ങൾ ഉണ്ടല്ലോ എന്നൊരു ഹയാ എനിക്കുണ്ട്. ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങൾ നല്ലവരാണ്, വഴിതെറ്റാത്തവരാണ്. നിങ്ങൾ വഴിതെറ്റാത്ത പെണ്ണുങ്ങളാണ്, നിങ്ങൾ ആഖിറം ചിന്തയുള്ള പെണ്ണുങ്ങളാണ് എന്നതിന് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അടയാളം, അതിന്റെ അറബി പേരാണ് ഹയാ. നാണം എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളോടുള്ള ലജ്ജ. ഖബറിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എന്നെ കാണുമല്ലോ എന്ന് കരുതിയിട്ട് ശരീരം മുഴുവനും ഭദ്രമാക്കി മറച്ചിട്ടല്ലാതെ ഒന്ന് സലാം പറയാൻ, ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഞാൻ ആ മുറിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവിടെ അന്യ പുരുഷന്മാരുണ്ടോ? ആ സമയത്ത് ഇല്ല. 3 ആളുകളല്ലേ ആ വീട്ടിൽ മറവ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു മുറിയിലല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്നത്. എന്തൊരു സൂക്ഷ്മതയോടെയാണ് ബീവി നമുക്ക് ജീവിതം പഠിപ്പിച്ചത്. ചെറുപ്പക്കാരികളോട് പറയട്ടെ, ആ ജീവിതമാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടത്. പുറത്തിറങ്ങി പോകുന്ന രംഗം ഇപ്പൊ കുറച്ച് കൂടുതലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നൽകിയൊരു വസിയ്യത്ത് സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പൊ എല്ലാവർക്കും വാഹനം ഓടിക്കാൻ അറിയാം, എല്ലാവർക്കും എങ്ങോട്ടും പോകാൻ അറിയാം. ഇഷ്ടമുള്ള യാത്ര ഇഷ്ടം വെച്ച രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ശരീരത്തിന് നമ്മൾ പാകത കൊടുക്കണം. അതിന്റെ വിശുദ്ധി സൂക്ഷിക്കണം. എൻ്റെ ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇത് വെക്കേഷൻ ടൈമാണ്. യാത്രകൾ, നമ്മുടെ നാട്ടിലൂടെ പോകുന്ന യാത്രകൾ നിങ്ങൾ കാണാറുണ്ടോ? സങ്കടകരമാണ്. കാണാറുണ്ടോ യാത്രകൾ പലതും? കൊട്ടിപ്പാട്ട് നടത്തുന്ന യാത്രകൾ കാണാറുണ്ടോ? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ,
നമ്മുടെ മക്കളാകരുത് ആ പോകുന്നത്. തിരിച്ചു വരുന്നത് ഇസ്ലാമികമായ സംസ്കാരങ്ങളും പൈതൃകങ്ങളും മുഴുവനും കളഞ്ഞു കുളിച്ച രീതിയിലാണ്. അന്നം കൊടുത്ത് നമ്മൾ പോറ്റുന്നൊരു ജീവി എന്ന് പറയേണ്ടി വരും തിരിച്ചു വരുമ്പോൾ. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സമൂഹം മതപ്പതിച്ചു പോകരുത്. വലിയ സങ്കടമുണ്ട്. പിന്നെ അവർക്ക് എന്തും ഹലാലാണ്. നമ്മളതിന് 10, 20, 30, 40 എത്രയും കൊടുക്കാൻ തയ്യാറാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നാട് കാണാനാ നല്ലതാ. ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? നിങ്ങളൊരു വാഹനമെടുത്ത് ഭാര്യയും മക്കളും ഒരുമിച്ചുള്ളൊരു യാത്ര, അതാ നല്ലത്. എന്നാ പിന്നെ ആ ജാതി പ്രശ്നമൊന്നുമില്ല. കാണാൻ പറ്റുമല്ലോ. എന്താ കാണുന്നതിനെന്താ? കാഴ്ച സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ. കാണാൻ പറ്റിയ നിബന്ധനയോടെ എന്തും കാണാം. അതിനൊരു തകരാറുമില്ല. കാണാൻ പറ്റിയ രൂപഭാവങ്ങളൊക്കെ സ്വീകരിച്ച് ബാപ്പ മക്കളെയും കൊണ്ട് നല്ല അത്ഭുത കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. ബാപ്പയും ഉമ്മയും മക്കളും പോയി ഡൽഹിയിലേക്ക്. ലോകാത്ഭുതങ്ങൾ പലതും ഇല്ലേ കാണാൻ. രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് നിസ്കാരങ്ങളൊന്നും അതിന്റെ പേരിൽ മുടക്കാൻ പാടില്ല. അതേ രൂപത്തിൽ അവർ തിരിച്ചു വന്നു. ഒരു കുഴപ്പവും പറയാനില്ല. പക്ഷെ നമ്മുടെ യുവതികളെ ഏൽപ്പിക്കുന്നത്, യുവാക്കളെ ഏൽപ്പിക്കുന്നത് അന്യ പെണ്ണും അന്യ ആണും തിമിർത്താടുന്ന ജീവിതത്തിലേക്കാകരുത്. ആ ഒരു വിഷയത്തിലേക്കാകരുത് നമ്മൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് അത്യന്തികം ഖേദകരമാണ്. അതിന്റെ റിസൾട്ട് ഒന്നും ഇപ്പൊ ഞാനിവിടെ പറയുന്നില്ല. വർത്തമാന ലോകത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന പല റിസൾട്ടുകളുണ്ട്. ഖേദകരമാണത് കേൾക്കാൻ. ഒരിക്കലും അതിനൊരുങ്ങരുത്. അതൊരു മാർക്കിന്റെ പേരിലാണെങ്കിൽ പോലും വിട്ടേക്കരുത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. മാർക്ക് നിങ്ങൾ പോയാലും ഉണ്ടായി കൊടുക്കാൻ പറ്റൂലേ? പറ്റും. എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാനങ്ങ് പോയി ഒരു വാഹനം വിളിച്ച് എൻ്റെ വാഹനത്തിൽ ഞാൻ പോയി അത്ഭുതങ്ങളെ കാണിച്ചു കൊടുത്താലും മാർക്ക് കിട്ടൂലേ? മാർക്ക് കിട്ടും. അങ്ങനെ യാത്ര ചെയ്തെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനല്ലല്ലോ. അല്ലാതെയും അതിന് സാഹചര്യം ഉണ്ടല്ലോ. മാർക്ക് കുറക്കൊന്നും വേണ്ട, മാർക്ക് കിട്ടിക്കോട്ടെ, അവർ വിജയിക്കണ്ടേ, ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ. ആവശ്യം തന്നെ അതിന് പറ്റിയ മാർഗങ്ങളെ സ്വീകരിക്കാം. രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കൂ നിങ്ങൾ, എത്ര വാഹനങ്ങളാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നഅൂദുബില്ല അവിടെ അന്യ ആണും അന്യ പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കൂത്താടുന്നതും സംസാരം പറയുന്നതൊക്കെ വല്ലാത്ത അപകടകരമാണ്. ഒരു സ്ഥലത്ത് പോലും ഒന്ന് വിശ്രമിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്ത ദുഃഖം തന്നെയാണ്. കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ അപകടകരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് ചെറുപ്പക്കാരികളെ നമുക്കൊക്കെ എപ്പോഴും പാഠമായി സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, യാ ആയിഷ ഇഹ്ഫളി ബൈതകി, നിന്റെ വീട് നീ സൂക്ഷിക്കണം, വീട് നീ പതിവാക്കണം. ഫഇന്നൻ നിസാഅ യൗമൽ ഖിയാമത്തി അക്സറുഹുന്ന ഹതബുൽ ലിന്നാർ, സ്ത്രീ സമൂഹം അധികവും ഖിയാമത്ത് നാളിൽ നരകത്തിന്റെ വിറകുകളാണ്. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? വീട് വിട്ട് പറക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം, വീട് വിട്ടിറങ്ങാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആയിഷ ഇഹ്ഫളി ബൈതകി, വീടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ജീവിക്കണം. വീടിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, വീട്ടിനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണം. സ്ത്രീകൾ അധികവും ഖിയാമത്ത് നാളിൽ നരകത്തിന്റെ വിറകുകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വലിമ ദാലിക യാ റസൂലല്ലാഹ്, എന്തേ നബിയെ അങ്ങനെ ആകാനുള്ള കാരണം? തങ്ങൾ പറഞ്ഞു, ലി അന്നഹുന്ന ലാ യസ്ബിർന ഫിശ്ശിദ്ദ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വലാ യഷ്കുർന ഫിർറഖാ, ക്ഷേമൈശ്വര്യമുള്ള സമയത്ത് അല്ലാഹുവിന് ശുക്ർ ചെയ്യാനും പറ്റുന്നില്ല. പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ക്ഷമിച്ച് ജീവിക്കണം. അതിനൊരുങ്ങാത്ത ഒരു വിഭാഗം അവർ ഇറങ്ങിപ്പോകുന്നു. നല്ല സമൃദ്ധിയുള്ള ജീവിതം അല്ലാഹു കൊടുക്കുമ്പോ എന്താണ് വേണ്ടത്? നന്ദി കൂടുതലാക്കിയിട്ട് ഇബാദത്തും മറ്റും വർദ്ധിപ്പിച്ച് നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുകയാണ് വേണ്ടത്. അതിനും ഒരുക്കമല്ല. വയക്ഫുർന നിഅമ, അനുഗ്രഹങ്ങൾ അവർ നിഷേധിക്കുന്നു. പിന്നെയും പറഞ്ഞു, യാ ആയിഷ ഇന്നല്ലാഹ ഔജബ ഹഖ്ഖർ റിജാലി അലൻ നിസാ, സ്ത്രീകൾക്ക് അല്ലാഹു തആല ബാധ്യത വെച്ചു. അവരുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത് അല്ലാഹു ബാധ്യത വെച്ചു. നല്ലവണ്ണം അനുസരിക്കണം. വലാ യസുന്ന ഇല്ലാ ബിഇദ്നിഹിം, അവരുടെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല.
വമാ മിൻ ഇംറഅത്തിൻ ബാതത് ഹാജിറത്തൻ ലിൽ ഫിറാശി സൗജഹാ ഇല്ലാ ലഅനത്തുൽ മലായികത്തു ഹത്താ തുസ്ബിഹ. സ്വന്തം ഭർത്താവിനോട് പിണങ്ങിയിട്ട് മറ്റൊരു കിടപ്പറയില് മറ്റൊരു റൂമില് നേരം വെളുക്കും വരെ ഒറ്റക്ക് കിടന്നുറങ്ങുന്നൊരു പെണ്ണ്, ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ അവർക്ക് വിസമ്മതം. എന്തേ കാരണം? പുതിയ കാരണമാ ഞാൻ പറയുന്നത്. നടന്നതാണ്. സ്ഥലവും നാടൊന്നും ചോദിക്കരുത്, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓൺലൈനിലായതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ ഭർത്താവിന്റെ കൂടെ നിങ്ങൾ ഭാര്യ കിടക്കാത്തത്? ഭർത്താവ് ഒരു സ്ഥലത്ത് കാരണം അന്വേഷിച്ചു പോയി നോക്കുമ്പോ ഭർത്താവിന്റെ കൂടെ കിടന്ന സീരിയൽ കാണാൻ അയക്കൂല. ഇപ്പൊ നടന്നൊരു കാരണം, ലേറ്റസ്റ്റ് കാരണമാണ്. നിങ്ങൾ ആരോ കേട്ടോന്നറിയില്ല, പുതിയ കാരണം. അതെങ്ങനെ മൂപ്പര് കണ്ടുപിടിച്ചു? മൂപ്പരിങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടി, ഭർത്താവ് ചെറുപ്പക്കാരനാണ്, 2-3 മക്കളൊക്കെ ആയിട്ടുള്ളൂ. ഭർത്താവ് മൂത്രമൊഴിക്കാൻ വേണ്ടി 1 മണിക്ക് മൂത്രമൊഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോ ഒരു വെളിച്ചം കണ്ടപ്പോ നോക്കിയതാണ് പതുക്കെ. അപ്പൊ വാതിലിന്റെ പാളിയിലൂടെ ഇങ്ങനെ, വാതിൽ ചെറിയ രൂപത്തിലൊന്നും തുറന്നു പോയിട്ടുണ്ട്. അതിലൂടെ നോക്കുമ്പോ നഊദു ബില്ലാഹ് 1 മണി 2 മണി സമയത്ത് സീരിയൽ കാണുകയാണ്. അപ്പൊ പിന്നെ വേറൊരു കൂട്ടുകാരനെ കൊണ്ട് ഭർത്താവ് ചോദിപ്പിച്ചു, വിഷയം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ നിങ്ങൾ ഇടക്കിടക്ക് ഭർത്താവിനോട് പിണങ്ങിയിട്ട് ഒറ്റക്ക് കിടക്കുന്നത് എന്ന് വേറൊരു പെണ്ണിനോട് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, നേർക്ക് നേരെ മറുപടി പറഞ്ഞു, മൂപ്പരൊപ്പം കിടന്ന സീരിയൽ കാണാനാക്കൂല. എങ്ങനെയുണ്ട്? ഭർത്താവിനോട് പിണങ്ങിയിട്ട് ഒരു അപ്പുറത്ത് റൂമിൽ പോയി കിടന്നുറങ്ങിയ പെണ്ണ്, ഇല്ലാ ലഅനത്തുൽ മലായികത്തു ഹത്താ തുസ്ബിഹ. ലോകത്ത് എത്ര മലക്കുകളുണ്ട് സഹോദരിമാരെ! പ്രഭാതം വരെ ആ പെണ്ണിനെ ലാനത്ത് ചെയ്യുകയാണ്, ശപിക്കുകയാണ്. അള്ളാഹുവിന്റെ ലാനത്ത് നിനക്കുണ്ട് എന്ന് പറയുന്നത് 1000 പേരല്ല, 1,00,000 പേരല്ല, കണക്കറിയാത്തവരല്ലേ മലക്കുകൾ. മലക്കുകളെ കണക്ക് അള്ളാഹുവിനല്ലേ അറിയുകയുള്ളൂ. ആ മലക്കുകളുടെ മുഴുവനും ശാപം പറ്റുന്ന, ഏറ്റവും ശാപം വാരി കൂട്ടുന്ന സഹോദരിമാരായി മാറരുത്. നഊദു ബില്ലാഹ്. ഭർത്താവ് ഒരു സുഖത്തിന്, ഹലാലായ സുഖത്തിന് ആഗ്രഹിക്കുമ്പോ അതിന് ശരീരം കീഴ്പ്പെടുത്തി കൊടുക്കാതെ അപ്പുറത്ത് പോയി കിടന്നുറങ്ങുന്നത് ഏറ്റവും വലിയ പൊരുത്തക്കേടാണ്. എന്നും മൂപ്പരോട് കൂടെ കിടന്നാല് ആഴ്ചയിൽ 2-3 തവണ നല്ല ആരോഗ്യവാനായ ഭർത്താവാണ്, മൂപ്പര് ശാരീരിക ബന്ധം പുലർത്തും. പിന്നെന്തിനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്? ഹലാലായ രൂപത്തിൽ ശാരീരിക ബന്ധം പുലർത്താനല്ലേ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റമളാനിൽ എനിക്ക് ഒരു 6-7 നോമ്പ് എനിക്ക് ഖളാ ഉണ്ടാകും. സാധാരണ സഹോദരിമാർക്ക് വരുമല്ലോ, ആർത്തവ കാലത്ത് നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഞാൻ വീട്ടുന്നത് പിറ്റത്തെ റമളാനിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിലാണ്. അപ്പൊ ചോദിച്ചു ബീവിയോട്, എന്തിനാണ് ശഅബാൻ വരെ പിന്തിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴെങ്കിലും പകല് സമയത്ത് എന്റെ ശരീരം ഹലാലായ രൂപത്തിൽ തങ്ങൾക്ക് ആഗ്രഹം വന്നാൽ എന്റെ നോമ്പ് തടസ്സമാകരുതല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് ശഅബാനിലേക്ക് ഞാൻ എന്റെ നോമ്പിനെ പിന്തിപ്പിക്കും. അപ്പൊ പിന്നെ ശഅബാനിൽ മുത്തുനബി തങ്ങൾക്ക് അധിക ദിവസവും നോമ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്റെ നോമ്പ് ഞാൻ ഖളാ വീട്ടും. എന്താണ് അവരെ കുടുംബ ബന്ധത്തിന്റെ ഒരു സൗന്ദര്യം, കുടുംബജീവിതത്തിന്റെ ഒരു സൗന്ദര്യം? കഴിഞ്ഞ റമളാനിൽ ഖളാ ആയ നോമ്പ് ഖളാ വീട്ടാൻ അടുത്ത ശഅബാൻ വരെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പിന്തിക്കുന്നതിന്റെ ഇടക്ക് സമയം കിട്ടാത്തോണ്ടല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്ന പകലിൽ എനിക്ക് നോമ്പാണ്, തങ്ങൾക്ക് എന്റെ ശരീരം ആഗ്രഹം വന്നാൽ ആ നോമ്പ് അതിന് തടസ്സമാകും. ശഅബാൻ മാസത്തിൽ എനിക്ക് ചാൻസ് കിട്ടും, തങ്ങൾ നോമ്പ് നോൽക്കുമല്ലോ, അപ്പോൾ ഞാൻ ആ നോമ്പ് ഖളാ വീട്ടും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, മൂപ്പര് നല്ല ആരോഗ്യമുള്ള ആളാണ്, അതുകൊണ്ട് എന്നും മൂപ്പര് കൂടെ കിടക്കാൻ പറ്റൂല. ആഴ്ച 2 ദിവസമൊക്കെ കിടക്കും. എന്നും കിടന്നാൽ ചിലപ്പോ 2, 3, 4 പ്രാവശ്യമൊക്കെ മൂപ്പർക്ക് എന്റെ ശരീരം ആഗ്രഹം വരും. പിന്നെന്തിനാ കുടുംബജീവിതം? ആരോഗ്യത്തിന് വേണ്ട മരുന്നുകളൊക്കെ കഴിക്കണം, ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം, എന്നാലും ഭർത്താവിനെ വിസമ്മതിക്കാൻ പാടില്ല.
തൃപ്തിപ്പെടുത്തി ജീവിക്കണം. കിടപ്പറ പങ്കിടാതെ മാറിക്കിടക്കുന്നത് ലഅനത്തുള്ള വിഷയല്ലേ, വലിയ ഇടങ്ങേറുള്ള സംഗതിയല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറയുന്നു, അടുത്ത ഉപദേശം പറയുന്നു, മാമിൻ ഇംറാത്തിൻ ഖറജത് മിൻ ബൈതിഹാ, വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറപ്പെടുന്ന പെണ്ണ്, ഇല്ലാ ലഅനത്ഹാ കുല്ലു ഇല്ലാ ലഅനഹാ കുല്ലു മലകിൻ ഫിസ്സമാ, ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ പെണ്ണിനെ ശപിക്കും. ഞാനിതാ പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും സ്വന്തം യാത്രക്ക് നല്ല പ്രാക്ടീസാണ്. ഭർത്താവ് വീട്ടിൽ വന്നു നോക്കുമ്പോ ഭാര്യയെ കാണാനില്ല. എവിടേക്കാ നീ പോയത്? ഞാൻ എന്റെ വാഹനം എടുത്ത് ഞാനൊരു വഴിക്ക് പോയിട്ടുണ്ട്, ഞാൻ വൈകുന്നേരം വരും, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. സമ്മതം ചോദിക്കണം. അല്ല വാഹനം ഓടിക്കറിഞ്ഞാ മതിയോ? പോരാ, സമ്മതം ചോദിക്കണം. അത് നല്ല പെണ്ണിന്റെ അടയാളമാണ് സമ്മതം ചോദിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പോകും. അപ്പുറത്തെ വീട്ടിൽ എന്ന് പറഞ്ഞാല് 1 കിലോമീറ്റർ നടക്കാനൊന്നുമില്ല, ആകെ 1 മിനിറ്റ് നടക്കാനില്ല, കുറച്ച് അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നിയെ കാണാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പോകുകയാണെങ്കിൽ പോലും തങ്ങളോടൊന്ന് ചോദിക്കും, ഞാൻ അപ്പുറത്തൊന്ന് പോയിരട്ടെ എന്ന്. തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്കാണ്, ഒരു 2 കാലടി വെക്കാനേ ഉള്ളൂ, എന്നാലും ചോദിക്കൊരു സമ്മതം, ഒരു പൊരുത്താണത്. ഇപ്പത്തെ കാലത്ത് ആ സമ്മതമൊക്കെ പോയി. എത്രയോ വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഭർത്താവ് ഒന്ന് കാത്തിരിക്കാൻ, 37 എടുക്കെ പോയി, 37 ഇപ്പൊ അടുത്താണ് വാഹനം ഓടിപ്പടിച്ച് ലൈസൻസ് വാങ്ങിയത്, അതുമായിട്ട് പുറപ്പെട്ടു. ഇനി തിരിച്ചു വരുന്നവരെ ഇവിടെ സ്വലാത്ത് ചൊല്ലി കാത്തിരിക്കണം. വാഹനത്തിൽ പോയാൽ തെരഞ്ഞാൽ എവിടെയെങ്കിലും ആകെ കിട്ടണ്ടേ? പിന്നെ അതിനൊക്കെ നല്ലോണം ഓൺലൈൻ നോക്കി മാപ്പ് നോക്കി ആളെ കണ്ടുപിടിക്കേണ്ടി വരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരു സമ്മതം ഇതൊരു പൊരുത്താണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ആണുങ്ങളും ഒന്ന് പറയുന്നത് നല്ലതാണ്. അത് നല്ലതാ, ബന്ധത്തിന് നല്ലതാണ്. ചില ആണുങ്ങളുണ്ട്, ഒന്നും മിണ്ടൂല ചോദിച്ചാൽ. അല്ല നിങ്ങൾ എവിടേക്കാ പോണത്? ഒന്നും മിണ്ടൂല, അസ്സലാമു അലൈക്കും, ഒറ്റ പോകാം. അങ്ങനെ ആകാൻ പാടില്ല. എവിടേക്കാ പോകുന്നത് കൃത്യമായി പറഞ്ഞിട്ടേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുള്ളൂ. ഒരു ദൂര സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ 9 വീട്ടിലും കയറി തങ്ങൾ പറയും. നമുക്കൊരു വീട്ടിൽ പറഞ്ഞാൽ പോരെ, 9 വീട്ടിലും കയറി പറയും. 10ാമത് തങ്ങൾ കയറുന്ന ഒരു വീടുണ്ട്, സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും കയറി പറഞ്ഞിട്ടാണ് തങ്ങൾ യാത്രക്ക് പോകുന്നത്. അതൊരു സ്നേഹബന്ധത്തിന്റെ അടയാളമാണ്. രാവിലെ നിങ്ങൾ എവിടുക്കാന്ന് എന്തിനറിയണ് അടാ, പിന്നെ ഓല് വണ്ടി എടുത്ത് പോയിട്ട് എന്തിനാ നിങ്ങളറിയും തിരിച്ചും ചോദിച്ചൂലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയണം, ഞാനൊന്ന് കോഴിക്കോട് വരെ പോകാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുണ്ട്, അയാൾ ഹോസ്പിറ്റലിലാണ്. വിഷയം പറയണം, ഒരു സന്തോഷല്ലേ. എന്ത് ചോദിച്ചാലും ചില ആൾക്കാരെങ്ങനെ അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞിട്ടുണ്ടല്ലോ മതിയെന്ന്, അതുപോരാ, വിഷയം പറയണം, എവിടുക്കാ പോകുന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇത് പറയുമ്പോൾ അവർ ചോദിക്കും തിരിച്ചൊരു ചോദ്യം, നമ്മൾ മാത്രമാണോ സമ്മതം ചോദിച്ചു പോകേണ്ടത്? നമ്മളും സ്നേഹബന്ധത്തിന്റെ മാതൃകയായിട്ട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാതെ എവിടേക്കും പോകാറില്ല, പറഞ്ഞിട്ടാ പോകാറില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തങ്ങൾ പറയും, ഞാൻ വൈകുന്നേരേ വരുള്ളൂ, ഒരു ദൂര സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ കുറച്ച് ആളുകളെ കണ്ട് കുറെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തങ്ങൾ പറയും. കുറെ ദൂരം പോകുമ്പോൾ ഏതെങ്കിലും ഒരാളെ നറുക്കിട്ട് കൂടെ ഒരു ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂടെ കൊണ്ടുപോകും. അതൊക്കെ ഒരു സ്നേഹബന്ധത്തിന്റെ മാതൃകയാണ്. കൂടെ കൊണ്ടുപോകാൻ പാടില്ല എന്നല്ല, കൂടെ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ രൂപഭാവങ്ങളൊക്കെ പാലിക്കണം, നമ്മളും ശ്രദ്ധിക്കണം. സമ്മതല്ലാതെ ഒരു സഹോദരിയും പുറത്തിറങ്ങി പോകരുത്. സമ്മതല്ലാതെ പുറത്തിറങ്ങിപ്പോയ ആ രീതിയിലാണ് മരണം വരുന്നതെങ്കിൽ വല്ലാത്തൊരു ദുർഘടമായ അവസ്ഥയാണ്. മലക്കുകളെ ലഅനത്തിനപ്പുറം ഒരു പൊരുത്തക്കേട് ബാധിച്ച രൂപത്തിൽ മരിച്ചു പോകരുത്. യാ ആയിഷ, മാ മിൻ ഇംറഅത്തിൻ ഖാലത് ലിസൗജിഹാ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ, മാ റഅയ്തു ഖൈറൻ മിൻക ഖത്തു, നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു നന്മയും ഞാൻ നിങ്ങളിൽ നിന്ന് കണ്ടിട്ടില്ല, ഒരു ജീവിതം അങ്ങനെ തള്ളി നീക്കുകയാണ്, ഒരു ഖൈറും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇല്ലാ അഹ്ബത്തല്ലാഹു അമലഹാ, ആ
പെണ്ണിന്റെ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയും. അത് വലിയൊരു പൊരുത്തക്കേടുള്ള വാക്കാണ്. യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ നളറത് ലിസൗജിഹാ ബിവജ്ഹിൻ അബൂസ്, ചുളിഞ്ഞ മുഖത്തോടെ തന്റെ ഭർത്താവിലേക്ക് നോക്കുന്ന ഒരു പെണ്ണ് ഇല്ലാ ലഅനഹാ കുല്ലു നജ്മിൻ ഫിസ്സമാ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവനും ആ പെണ്ണിന് ശാപപ്രാർത്ഥന നടത്തുന്നു. എല്ലാ നക്ഷത്രങ്ങളും ആ പെണ്ണിനെ ശപിക്കും. ഭർത്താവിനെ നോക്കേണ്ടത് സുന്ദരമായ സന്തുഷ്ടകരമായ മുഖത്തോടെയാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങൾ കടിച്ചു പിടിച്ചു ഒതുക്കിയിട്ട് സ്നേഹത്തിന്റെ നോട്ടമാണ് നോക്കേണ്ടത്. തിരിച്ചും സഹോദരന്മാരെ, നമ്മളോടും അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളെ ഇണകളോട് നല്ല രൂപഭാവത്തിൽ നിങ്ങൾ ബന്ധം പുലർത്തണം. സ്നേഹരൂപത്തിൽ നോക്കണം, സ്നേഹരൂപത്തിൽ സംസാരിക്കണം. നല്ല രൂപഭാവങ്ങളിലാണ് ജീവിതം നയിക്കേണ്ടത്. പ്രയാസകരമായി ഇടങ്ങേറുള്ള വാക്കുകളും പ്രവർത്തികളും രൂപഭാവങ്ങളും നൽകിയ രൂപത്തിലല്ല. സ്നേഹമസൃണമായ പെരുമാറ്റമാണ് ഏറ്റവും നല്ല രൂപഭാവമാണ് സ്വർഗത്തിലെത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ മാതൃകയാണ് നല്ല നോട്ടവും നല്ല ചിരിയും നല്ല സംസ്കാരവും ഉണ്ടാക്കിയെടുക്കുന്നത്. മാമിൻ ഇംറാത്തിൻ കല്ലഫത്ത് സൗജഹാ, ആയിഷ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ആ ഭർത്താവിന് കഴിയാത്ത ചെലവ് നിർബന്ധിപ്പിച്ചാൽ ലം തനൽഹാ റഹ്മത്തു റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്ത് ആ പെണ്ണിന് ലഭിക്കൂല. അവരെ വീട്ടിൽ കണ്ടില്ലേ നല്ല കാറുണ്ട്, മറ്റുള്ളവരെ വീട്ടിലും കാറുണ്ട്. എങ്ങനെങ്കിലും ഒരു കാറ് നിങ്ങളും വാങ്ങണം. എന്റെ കയ്യിൽ അതിന് പണം എത്തിയിട്ടില്ല പെണ്ണേ, പണം എത്തുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം. അവരൊക്കെ എങ്ങനെ വാങ്ങിയത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവര് വാങ്ങിയ രൂപത്തിൽ നിങ്ങളും വാങ്ങണം. അങ്ങനെ ഒരു പ്രയാസം നീ എനിക്ക് തരരുത്. എനിക്ക് അല്ലാഹുവിന് കഴിവ് വരുമ്പോ എന്റെ ചില ബാധ്യതകളൊക്കെ വീടുമ്പോ ഞാൻ അങ്ങനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടാക്കിയാൽ റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കൂല എന്ന് മാത്രമല്ല, വലൈസ ലഹാ ഫീ ശഫാഅതി നസീബ്, എന്റെ ശഫാഅത്തിൽ ഒരു വിഹിതവും ആ പെണ്ണിന് ആഖിറത്തിൽ കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഴിയാത്ത വിഷയങ്ങൾക്ക് ഭർത്താവിനെ നിർബന്ധിപ്പിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, വലിയ ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. ഭർത്താവ് ഒരു ചെറിയ രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണ്. പാകത്തിനൊരു വീടുണ്ടാക്കി. പെണ്ണ് പറഞ്ഞു അത് പോരാ, എന്റെ കൂട്ടുകാരിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭർത്താവ് ആ കെട്ടിക്കൊടുത്ത വീട് പോലൊരു വീട് എനിക്കും വേണം. ഈ ഭർത്താവ് പോയി അന്വേഷിച്ചു നോക്കി, എങ്ങനെയാ നിങ്ങൾ വീടുണ്ടാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീടുണ്ടാക്കിയതുപോലെ നിങ്ങൾ ഇടങ്ങേറാകരുത്. എന്റെ കടം വീടാതെ ഞാൻ ഇന്നും ബുദ്ധിമുട്ടിലാണ്. നോട്ടീസ് ഇപ്പോഴിങ്ങനെ മാസം വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇടങ്ങേറിലാണ്. എല്ലാം കൊടുത്തു തീർത്തു. ഇനിയൊരു ആധാര പേപ്പർ മാത്രം ബാക്കിയുണ്ട്. ഞാനിങ്ങനെ വീടുണ്ടാക്കി ഇടങ്ങേറായതാണ്. തിരിച്ചു വന്നിട്ട് തന്റെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ അതുപോലൊരു വീടുണ്ടാക്കിയിട്ട് അയാൾ തന്നെ ബുദ്ധിമുട്ടിലാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന്, ജപ്തി നോട്ടീസാണ് ഇപ്പൊ അവസാനം വന്നത്. ആ വീടും ബാങ്ക് ജപ്തി ചെയ്താൽ പിന്നെ വാടക കോട്ടേഴ്സിൽ താമസിക്കേണ്ടി വരും. വീട് അടക്കം പോകും, സ്ഥലവും പോകും. കുറച്ചുകൂടി കാലം താമസിപ്പിക്കും അവര്. പിന്നെയും കിട്ടിയില്ല എന്ന് കണ്ടാൽ ലേലം ചെയ്ത് വിൽക്കും. കടം അവരെടുക്കും. ബാക്കിയുള്ള എന്തോ 1000-2000 രൂപ പറക്കത്തിന് ഇങ്ങോട്ട് തരും. ഇത്ര ഉണ്ടാവും. ആ ഒരു ഇടങ്ങേറ് നമ്മൾ നിൽക്കണം. അങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ഉണ്ടാക്കണം എന്ന് കഷ്ടപ്പെടുത്തി പറയാൻ പാടില്ല. അതൊരു ബുദ്ധിമുട്ടാ, അതൊരു ഇടങ്ങേറാണ്. പാകത്തിന് താമസിക്കാനുള്ള ഒപ്പുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലാഹു തആല സൗകര്യങ്ങളും വിശാലയും തരുമ്പോൾ പിന്നെയും വലുതാക്കി എടുക്കണം. ആളുകളെ സൗകര്യത്തിനനുസരിച്ച്. അങ്ങനെയല്ലേ? ഒറ്റയടിക്ക് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഒരു വിഷയത്തിലും അങ്ങനെ ഇടങ്ങേറാക്കാൻ പാടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വമാ മിൻ ഇംറഅത്തിൻ ഖാലത് ലിസൗജിഹാ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ അറഹനില്ലാഹു മിൻകി, നിങ്ങളൊന്ന് മരിച്ചെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അങ്ങനെ ആരും പറയില്ലല്ലോ. പറയാം, നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നല്ലൊരു സുഖമായിട്ട് അടിച്ചുപൊളിയായിട്ട് ജീവിക്കായിരുന്നു. അങ്ങോട്ടും പോകാനായക്കൂല, ഇങ്ങോട്ടും പോകാനായക്കൂല, അങ്ങോട്ടും നോക്കാനായക്കൂല, ഇങ്ങോട്ടും നോക്കാൻ. എന്തൊരു ബുദ്ധിമുട്ടാണിത്. എന്താ നിങ്ങൾ മരിക്കാത്ത? എത്ര രോഗം വന്നിട്ട് പിന്നെയും നിങ്ങൾ അങ്ങനെ ജീവിക്കുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാലം തശുമ്മ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം ആ പെണ്ണ് ആസ്വദിക്കൂല. സ്വർഗത്തിന്റെ സുഗന്ധം അത് 500 കൊല്ലത്തെ വഴിദൂരം അപ്പുറത്തേക്ക് അടിച്ച് വീശുന്ന ഗന്ധമാണ്. നാട്ടിലെവിടെയും അതിനൊക്കുന്നൊരു വാസനയില്ല, അതിനൊക്കുന്നൊരു അത്തറില്ല. ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഹതഭാഗ്യയായി പെണ്ണ് മാറാനുള്ള കാരണം ഒരു ദുഷിച്ച വാക്കാണ്. നല്ലോണം ശ്രദ്ധിക്കണം. നരകത്തിൽ അധിക ആളുകളെയും കടത്തിവിടുന്ന വിഷയം 2 എണ്ണമാണ്. 2 അവയവങ്ങളാണ് വിധങ്ങൾ എണ്ണിയത്. അൽഫമു വൽ ഫർജു. ഒന്ന് വായയാണ് സഹോദരങ്ങളെ, നാവാണ് ശ്രദ്ധിക്കേണ്ടത്. അധിക പേരെയും നരകത്തിൽ കടത്തിവിടുന്ന വിഷയം നാവെന്ന അവയവമാണ്. മറ്റൊന്ന് സ്വകാര്യ അവയവമാണ്. കളവ് അതിനൊരു പ്രേരകമാണ്. ദുഷിച്ച സംസാരം അതിനൊരു കാരണമാണ്. ശാപവാക്കുകൾ അതിന് കാരണമാണ്. മനസ്സിനെ ശല്യപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്ക് അതിനൊരു കാരണമാണ്. കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഏഷണി പറഞ്ഞ് നടക്കുന്നതിന് കാരണമാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ കാരണമാണ് ഫിത്ന. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു വാക്കും ഒരു കുടുംബത്തിനിടയിലോ ഒരു അയൽപക്കത്തിനിടയിലോ ഒരു കൂട്ടുകാർക്കിടയിലോ ആലിമീങ്ങൾക്കിടയിലോ മുഅല്ലിമീങ്ങൾക്കിടയിലോ ഉസ്താദുമാർക്കിടയിലോ സഹോദരങ്ങൾക്കിടയിലോ സൃഷ്ടിക്കുന്ന വാക്ക് അത് നാവിന്റെ ഏറ്റവും വലിയ വിനയാണ്. നരകത്തിൽ പോകാനുള്ള എളുപ്പമാർഗമാണ്. 2 അവയവങ്ങളല്ലേ എണ്ണിയത്. പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്കൊരു ഹൈറും കിട്ടിയിട്ടില്ല, നിങ്ങളൊന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന പെണ്ണ് നരകത്തിന്റെ വാസന അനുഭവിക്കാത്ത പെണ്ണാണ്. യാ ആയിഷ, മാ മിൻ ഇംറഅത്തിൻ ദഅഹാ സൗജുഹാ ലിൽ ഫിറാശി. സ്വന്തം ഭർത്താവ് വിരിപ്പിലേക്ക് ഒരു പെണ്ണിനെ ക്ഷണിച്ചു. ഫഅബത്ത്, അവൾ വിസമ്മതിച്ചു. ഇല്ലാ ഖറജത് മിൻ ഹസനാതിഹാ കമാ തഖ്റുജുൽ ഹബ്ബത്തു മിൻ ഖിശ്രിഹാ. ആ പെണ്ണിന്റെ മുഴുവൻ നന്മകളും ചോർന്നുപോയി. ഒരു ധാന്യം അതിന്റെ തൊലിയിൽ നിന്ന് പുറത്തെടുക്കുന്നത് പോലെ. എത്ര ക്ലിയർ ആയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ധാന്യം വേർതിരിച്ചെടുക്കല്. ഒരു നെല്ലിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ അരി വേർതിരിച്ചെടുക്കുന്നത് കാണാറില്ലേ? അതിന്റെ തൊലി മുഴുവനും തൊലിച്ച് കളയൂലേ? അതുപോലെ മുഴുവൻ നന്മകളും ഈ പെണ്ണിൽ നിന്ന് അസ്തമിച്ചു പോകും. എന്തേ? കിടക്കപ്പായിലേക്ക് നല്ല താല്പര്യത്തോടെ ഭർത്താവ് ക്ഷണിച്ചു. നീ പോയി കൊടുക്കണം പെണ്ണേ. ആരോഗ്യകരമായി നീ മോശപ്പെട്ട ആളാണെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വിധം ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണം. എന്നാലും വിസമ്മതിക്കുന്ന ഒരു രൂപം ഉണ്ടായിക്കൂടാ. സുബ്ഹാനല്ലാഹ്, മറ്റു പല താല്പര്യങ്ങളുമാണ് ഇന്നത്തെ കാലത്തെ പുതിയ കാരണം. അതും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. യാ ആയിഷ, മാ മിൻ ഇംറഅത്തിൻ ഗസലത്ത്. ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ, ആ പെണ്ണ് തന്റെ ഭർത്താവിന് നല്ലൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ലൊരു വസ്ത്രം സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. ഇല്ലാ കസാഹല്ലാഹു മിൻ ഹുലലിൽ ജന്നതി യൗമൽ ഖിയാമ. ഭർത്താവിന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത പെണ്ണിന് സ്വർഗത്തിന്റെ പട്ടിൽ നിന്ന്, സ്വർഗത്തിന്റെ ഉടയാടകളിൽ നിന്ന് നല്ല വസ്ത്രങ്ങൾ അല്ലാഹു ധരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സന്തോഷമാണല്ലോ, ഒരു തൃപ്തിയാണല്ലോ സഹോദരങ്ങളെ. തൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് വസ്ത്രം നൽകുന്നത്. അത് സ്വന്തം ഇണക്ക് കൊടുത്താൽ മനസ്സിന് വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. ആ ഒരു സന്തോഷം നിറവേറ്റിയാൽ വലിയ സന്തോഷം ആഖിറത്തിൽ ലഭിക്കും. യാ ആയിഷ, ലൗ അന്നംറഅതൻ മസ്സത് മൻഖറ സൗജിഹാ. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചലം, ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം, ആ പെണ്ണ് അത് വായ കൊണ്ട് ഊറ്റിയെടുത്തു. എന്നാലും ഭർത്താവിനോട് കടപ്പാട് വീട്ടിയവളാകൂല. എത്ര സാഹസികമായ സേവനങ്ങൾ ചെയ്താലും ബാധ്യത പൂർണ്ണമായും വീട്ടിക്കൊടുക്കാൻ കഴിയൂല. യാ ആയിഷ, തൂബാ ലിമൻ റളിയ അൻഹാ സൗജുഹാ.
ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന പെണ്ണിന് വലിയ സന്തോഷമാണ്. മാതാപിതാക്കളെ പൊരുത്തം മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാന്റെ പൊരുത്തം, ഭർത്താവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭാഗമാണ്. മാതാപിതാക്കളെ പൊരുത്തവും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഭാഗമാണ്. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടാം. ഭർത്താവിന്റെ പൊരുത്തം നേടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ കാരണമാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കരുത്. അവസാനം പറഞ്ഞു, യാ ആയിഷ, മൻ അദ്റക വാലിദൈഹി വലം യുദ്ഖിലഹുൽ ജന്ന ഫലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. മാതാപിതാക്കളെ പ്രായാധിക്യത്തിൽ കിട്ടിയിട്ട് ആ മാതാപിതാക്കൾ മുഖേന സ്വർഗത്തിലെത്താൻ കഴിയാത്ത മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. പ്രായാധിക്യത്തിലാണ് ബാപ്പാനെയും ഉമ്മാനെയും കിട്ടിയത്. അവരെ ഉപയോഗിച്ച് സ്വർഗപ്രവേശനം നേടണം. എന്തേ ഖിദ്മത്തെടുക്കാൻ പ്രയാസമുണ്ടാകും. കൂട്ടിനിരിക്കാൻ ഒരുപാട് നേരം വേണ്ടി വരും. എത്ര നേരം കൂട്ടിനിരുന്നാലും, എത്ര സമ്പത്ത് ചെലവഴിച്ചാലും, എത്ര സമയം അവർക്ക് കൊടുക്കേണ്ടി വന്നാലും അത് സ്വർഗത്തിൽ പോകാനുള്ള വലിയ കാരണമാണ്, വലിയ നിമിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഉപദേശങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകിയ ഉപദേശം അവസാനമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ ഖുർആനോത്ത് അത്ര കണ്ട് തുടരാൻ കഴിയില്ലെങ്കിലും എല്ലാവരും നിത്യജീവിതത്തിൽ ഖുർആനോത്ത് എപ്പോഴും കൂടെ കരുതണം. എന്തിനാണെന്നറിയോ? നമ്മുടെ ഖൽബ് നന്നാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വഴി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചത് ഖുർആനോത്താണ്. ഖുർആനോത്ത് എന്നും പതിവാക്കണം. എത്ര കണ്ട് ഓതാൻ കഴിയുമോ അത്ര കണ്ട് ഓതണം. ജയിലറയിൽ താമസിച്ച സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7000 ഖത്മല്ലേ ഖുർആൻ ഓതി തീർത്തത്. ആ ഖുർആൻ ഓതി തീർത്ത സ്ഥലത്തല്ലേ മഹാനവർകൾ വഫാത്തായത്. എത്ര വലിയ സന്തോഷമാണ്. ജയിലറയിൽ 7000 ഖത്മ തീർത്തു എന്ന് പറയുമ്പോ അവർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സഹവാസിയായി, ഏറ്റവും നല്ല കൂട്ടുകെട്ടായി കൂടെ കരുതിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നേരം അതിനു വേണ്ടി നീക്കി വെക്കണം. ഖുർആൻ നേരം കണ്ട് ഓതണം. എപ്പോഴാണോ ജീവിതത്തിൽ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഒരു മാസക്കാലം ഖുർആനുമായി നല്ല അടുപ്പമായിരുന്നില്ലേ, ആ അടുപ്പം വിട്ടുപോകാത്ത രീതിയിൽ സൂക്ഷിക്കണം. മരിക്കുന്ന നേരത്തും ഖുർആനോത്ത് നമ്മുടെ കൂടെയുണ്ടായാൽ എന്തൊരു സന്തോഷമാണ്. ഖുർആൻ ഓതി മരിക്കാൻ കഴിയുമോ? എന്തൊരു ഭാഗ്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഖുർആനോത്തിനിടയിലല്ലേ? അതേ, ആ ബഹുമാനപ്പെട്ട നഫീസ് റളിയല്ലാഹു അൻഹ വഫാത്തായത് ഖുർആനോത്തിനിടയിലല്ലേ? എന്തൊരു സന്തോഷമാണ് അവർക്കൊക്കെ അല്ലാഹു നൽകിയത്. ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമല്ലേ? അത് സൂറത്ത് യാസീൻ ഓതി മരിക്കുന്ന ആളെ പറ്റി സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ മരിക്കൂലാന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഓഫറാണ്. ഓതാനൊക്കെ ഒരു കെൽപ്പ് വേണമെങ്കിൽ ആ ഒരു ബന്ധം നിത്യജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും മരണമുണ്ടല്ലോ. ഏത് ലെവലിൽ ജീവിച്ചാലും മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമ്മുടെ അവസാനം നന്നായി കിട്ടണം. ഈ ഭൂമി ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ഭൂമി ലോകത്തുനിന്ന് പിരിഞ്ഞു പോകണം. എത്ര സന്തോഷത്തോടെയാണ് മഹാന്മാർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, 2 വർഷക്കാലവും 5 മാസവും ഭരണം നടത്തിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന നേരമായപ്പോ മക്കളെയും കുടുംബക്കാരെയും റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. എല്ലാവരും വാതിലിന്റെ അടുത്ത ഭാഗത്ത് പോയി നിന്നു. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് കുടുംബങ്ങൾ കേൾക്കുകയാണ്, മക്കളും കൂട്ടുകാരും കേൾക്കുകയാണ്. മർഹബം ബിഹാദിഹിൽ വുജൂഹ് അല്ലതി ലൈസത് ബിഇൻസിൻ വലാ ജാൻ.
മർഹബം ബിഹാദിഹിൽ വുജൂ, മലക്കുകളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുമുഖങ്ങൾക്ക് സ്വാഗതം. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത നല്ലൊരു വിഭാഗം വന്നല്ലോ എന്നെ യാത്രയേക്കാൻ, അവസാനം എന്റെ ആത്മാവിന് ശാന്തി നൽകാൻ. റഹ്മത്തിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്ന മലക്കുകളെ മർഹബ ചൊല്ലി സ്വീകരിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, സഹോദരങ്ങളെ, നല്ലൊരു മരണം നമുക്കും വരണ്ടയോ? അതിന് നല്ല രൂപഭാവങ്ങളിൽ ജീവിക്കുക, അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിൽ സമയം ചെലവഴിക്കുക, നല്ല മേഖലയിലേക്ക് ഉയരാനുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കുക. ആ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നിത്യമാക്കുക. ഏതെല്ലാം ഇൽമിന്റെ മജ്‌ലിസിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ, നിത്യ മെമ്പറായി നമ്മളെല്ലാവരും അതിൽ സംബന്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദിന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നില്ല, ആഴ്ചയിൽ. അതിൽ സംബന്ധിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈയൊന്നിച്ചാണ്. മാഷാ അല്ലാഹ്, കുറേ ആളുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ മൊത്തം അതിലാണല്ലോ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളതൊക്കെ നിത്യജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഇൽമാണ് മുഖ്യ അവലംബം. സഹോദരിമാർക്ക് കൂടി ഇവിടെ സൗകര്യപ്പെടുത്തണം ക്ലാസ്സിന്. ഉസ്താദെ, നല്ല ക്ലാസ് വെച്ച് അവർക്കും ക്ലാസ് കൊടുക്കണം. ഖുർആൻ ക്ലാസും മസ്അലകളും ആത്മസംസ്കരണങ്ങളൊക്കെ നന്നായി പഠിക്കണം. എല്ലാ വിഷയങ്ങളും നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ആഴ്ചയിൽ അവിടെ ക്ലാസ് നടക്കുന്ന പോലെ ഇവിടെ ഒരു ക്ലാസ് നടക്കണം. സഹോദരന്മാർ, അതിനൊക്കെയല്ലേ മദ്രസ. അല്ല, 2 മണിക്കൂറിനായിട്ട് ഇത്ര നല്ല ചൊങ്കു ചൊർക്കുള്ള മദ്രസ വേണം. ബാക്കിയുള്ള ടൈമിൽ ഉപകാരപ്പെടുത്താലോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സഹോദരിമാർക്ക് വേണ്ടി തന്നെ ഒരു ക്ലാസ് സ്പെഷ്യലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ക്ലാസ് വേണമെന്നാണ് അവർ ഒന്ന് ആവശ്യപ്പെട്ടത്. ആണുങ്ങൾക്കല്ല, ഞങ്ങൾക്ക് വേണ്ടി തന്നെ. ഇജ്അൽ ലനാ മിൻ നഫ്സിക യൗമൻ, ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി തരണം നബിയെ, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ക്ലാസ് പഠിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളൊരു ദിവസവും ഒരു ടൈമും നിശ്ചയിച്ചു കൊടുത്തു. സഹോദരിമാരൊക്കെ അവിടെ സംബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വഅദ് പറഞ്ഞു കൊടുത്തു. അന്നത്തെ വഅദിൽ തങ്ങൾ മുഖ്യമായി പറഞ്ഞു, ചെറിയ കുട്ടികൾ മരണപ്പെടുമ്പോൾ വിഷമുണ്ടാകും, നിങ്ങൾ നല്ലോണം ക്ഷമിക്കണം. 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ മരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ. അവർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ആ മക്കളെ കൊണ്ട് സ്വർഗം നൽകും എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരി എണീറ്റ് ചോദിച്ചു, നബിയെ, 3 കുട്ടികൾ മരിച്ചാലേ ഉണ്ടാവുള്ളൂ, 2 കുട്ടികൾ മരിച്ചാലും കിട്ടൂലേ? ആ സഹോദരിക്ക് 2 കുട്ടികളാണ് മരിച്ചത്. 2 കുട്ടികൾ മരിച്ചാലും കിട്ടും. അപ്പോൾ വേറൊരു സഹോദരി ചോദിച്ചു, 1 കുട്ടി മരിച്ചാൽ കിട്ടൂല നബിയെ? എനിക്ക് 1 കുട്ടിയാണ് മരിച്ചത്. 1 കുട്ടി മരിച്ചാലും നല്ലോണം ക്ഷമ പാലിക്കണം. അതിൻ്റെ ഇടയിൽ അല്ലാഹു തആലാനെ എതിർത്തുകൊണ്ടൊന്നും സംസാരിക്കരുത്. അള്ളാഹിന്റെ ഖളാ ആണ് കരുതി നല്ലോണം ക്ഷമിക്കണം. ആഖിറത്തിൽ പ്രതിഫലം ആഗ്രഹിക്കണം. അങ്ങനെ നീണ്ട വിഷയങ്ങൾ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. നമുക്കതിനൊക്കെ സൗകര്യപ്പെട്ട രീതിയിലാണ് മദ്രസ സംവിധാനിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.